കുട്ടേട്ടൻ്റെ സീതപ്പെണ്ണ് ഭാഗം 2. രചനാ സംഭാഷണം രുദ്രപ്രിയ. യശോദാമ്മയുടെ കയ്യും പിടിച്ച് പോലീസുകാർ കാണിച്ച വഴിയെ സീത ഐസിയുവിന് മുന്നിലേക്ക് നടക്കുമ്പോൾ പലപ്പോഴും സീതയുടെ കാലുകൾ ഇടറി. അത് മനസ്സിലാക്കി യശോദാമ്മ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഹോസ്പിറ്റൽ ഡ്രസ്സിട്ട് യശോദാമ്മയും സീതയും കൂടി ഒരു നഴ്സ് ഐസിയുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കണ്ട കാഴ്ച ഇരുവരെയും ഞെട്ടിച്ചു. ഒരുപാട് യന്ത്രങ്ങൾക്കിടയിൽ കിടക്കുന്ന ഒരു രൂപം, മുഖം പോലും തിരിച്ചറിയാനാകാത്തത്ര മുറിവുകൾ, കാലിലും കൈയിലും പൊതിഞ്ഞു കെട്ടിയിരിക്കുന്നു. തലയിലുമുണ്ട് ഒരു വലിയ കെട്ട്. അവളുടെ കണ്ണുകൾ ആ മുഖത്താകെ ഓടി നടന്നു. കണ്ണുകൾ നിറഞ്ഞു തൂവി, കണ്ണിലിരുട്ട് കയറി. ശരീരം തളർന്ന് നിലത്തേക്ക് ഊർന്നുപോയി. അവളെയും താങ്ങി നേഴ്സ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് യശോദാമ്മ തൻ്റെ മകൻ്റെ നെറുകയിൽ തലോടി. നേഴ്സ് ആ അമ്മയെയും പുറത്തേക്ക് കൂട്ടി. വിറയ്ക്കുന്ന കാലടികളുമായി ആ അമ്മ ICUവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു. യശോദാമ്മയെ കാത്ത് CI ബിജുലാൽ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആക്സിഡൻറ്റ് നടന്ന അന്ന് തന്നെയാണ് മണിക്കുട്ടനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. ലോറിയിൽ വന്ന ആൾക്കാർ വിച്ചുവിനെ മാത്രമേ കണ്ടുള്ളൂ. ലോറിക്കാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷേ ഞങ്ങൾ അവിടെ നടത്ത തിരച്ചിലിൽ മണിക്കുട്ടനെ കണ്ടെത്താനായില്ല. പക്ഷേ ഞങ്ങൾക്ക് മുന്നേ അതുവഴി വന്ന കാറുകാരാണ് പൊന്തക്കാട്ടിൽ നിന്ന് ഞരക്കൻ കേട്ട് ആ ഭാഗത്തു നിന്നും മണിക്കുട്ടനെ ഇവിടെ എത്തിച്ചത്. വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു. ഏകദേശം സർജറി കഴിയുന്നത് വരെ അവർ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആക്സിഡൻറ്റ് കേസിൻ്റെ പുറകെ നടന്നാലുണ്ടാകുന്ന നൂലാമാലകൾ പേടിച്ചായിരിക്കും അവർ സ്ഥലം വിട്ടത്. ഒരുപാട് നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇവിടെ എത്തിയത്. സംഭവം നടന്ന ഡേറ്റും വെച്ച് നോക്കുമ്പോൾ ഇയാളാണ് എന്നൊരു സംശയം തോന്നി. അതാണ് അമ്മയെ വിവരമറിയിച്ചത്. യശോദാമ്മ എല്ലാം കേട്ടിരുന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. പൊരുതി നേടിയെടുത്ത ജീവിതത്തിൽ എന്നും കൂട്ടായി മകൻ മാത്രമായിരുന്നു. അവന് വേണ്ടി മാത്രമായിരുന്നു ഇതുവരെയുള്ള ജീവിതം. ഈ അവസ്ഥയിൽ നിന്നും തൻ്റെ മകൻ്റെ തിരിച്ചുവരവ്, അത് മാത്രമാണ് ആ മനസ്സ് നിറയെ. എൻ്റെ മോൻ തന്നെയാണ്, ഇങ്ങനെയെങ്കിലും ഈശ്വരൻ എൻ്റെ കുഞ്ഞിനെ തന്നല്ലോ. അവൻ എണീക്കും. എൻ്റെ മണിക്കുട്ടനായി, എൻ്റെ കുഞ്ഞിൻ്റെ കുട്ടേട്ടനായി അവൻ വരും. ശരിയമ്മേ, ഞങ്ങൾ ഇറങ്ങുന്നു. പോകാൻ നേരം ബിജുലാൽ പറഞ്ഞു, അമ്മയ്ക്ക് ഇവിടെ പരിചയക്കാർ ആരുമില്ലെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. മണിക്കുട്ടനെ പോലെ കണ്ടാൽ മതി. ഞാൻ ഇടയ്ക്ക് വന്ന് അന്വേഷിക്കാം. മണിക്കുട്ടൻ്റെ റിലേറ്റീവ്സ് അല്ലേ. ഇവിടെ കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സയാണ് കൊടുക്കുന്നത്. തലയിൽ ആഴത്തിൽ മുറിവുള്ളതിനാൽ റിക്കവറി പ്രയാസമാണ്. കയ്യിലെ മുറിവുകൾ സാരമുള്ളതല്ല. പക്ഷേ ഇടത് കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ചികിത്സിച്ച് മാറ്റിയെടുക്കാം. നല്ലതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യശോദാമ്മയും വരദയും ഡോക്ടർ പറയുന്നത് കേട്ട് കണ്ണുനീർ വാർത്ത് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. സീതയെ കിടത്തിയിരിക്കുന്ന മുറിയിൽ യശോദാമ്മയെ കാത്ത് ബിജുലാൽ ഇരിപ്പുണ്ടായിരുന്നു. ആ കുടുംബത്തോട് അയാൾക്ക് എന്തോ അനുകമ്പ തോന്നി. ഡോക്ടറെ കണ്ട് മണിക്കുട്ടൻ്റെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചു മനസ്സിലാക്കിയിരുന്നു. ഞാൻ അമ്മയോടൊരു കാര്യം സംസാരിക്കാനാണ് കാത്തിരുന്നത്. എൻ്റെ പരിചയത്തിലൊരു ആശ്രമമുണ്ട്. ആശ്രമമെന്ന് പറഞ്ഞാൽ ഒരു വൈദ്യർ മഠം. അവിടുത്തെ തിരുമേനി ഇങ്ങനെയുള്ള കേസെടുക്കും. മണിക്കുട്ടനെ തിരുമേനിയുടെ അടുത്തേക്ക് നമുക്കൊന്ന് കൊണ്ടുപോയാലോ? ചിലപ്പോൾ പ്രയോജനമുണ്ടാകും. അമ്മ എന്നെ മണിക്കുട്ടനെ പോലെ കണ്ടാൽ മതി. എനിക്കും അമ്മയും സഹോദരങ്ങളും ഉള്ളതാണ്. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ. ബിജുലാൽ പറഞ്ഞു നിർത്തുമ്പോൾ യശോദ മുഖമുയർത്തി അയാളെ നോക്കി. എനിക്കെൻ്റെ മണിക്കുട്ടനെ പോലെ തന്നെയാണ് മോനും. നമുക്ക് നാളെ തന്നെ അതുവരെ ഒന്ന് പോകാം. അമ്മയും സീതയും മതി. വരദയും അമ്മയും ഇവിടെ നിൽക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഞാൻ നാളെ രാവിലെ വരാം. എനിക്ക് ഉറപ്പുണ്ട് അമ്മയുടെ മോൻ അവിടെ നിന്നും അമ്മയുടെ കൈയും പിടിച്ച് മിടുക്കനായി വരും. ഞാൻ വരാം മക്കളെ. ഇറങ്ങാൻ നേരം ബിജു എല്ലാവർക്കും ചെറിയ ചിരി സമ്മാനിച്ചു. വരദയ്ക്കായ അയാളുടെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അയാളത് സമർത്ഥമായി ഒളിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ കാർ തിരക്ക് കുറഞ്ഞ വിജനപാത പിന്നിട്ട് ഒരു കൂറ്റൻ നാലുകെട്ടിൻ്റെ പുറത്തെ വലിയ ഗേറ്റിന് മുന്നിൽ നിന്നു. പുറത്തെ ചുമരിൽ സുവർണ ലിപികളിൽ സൂര്യനാരായണ വൈദ്യർ മഠം എന്ന് കണ്ടു. ബിജുവും യശോദയും സീതയും കാറിൽ നിന്നിറങ്ങി. അവിടുന്ന് വമിക്കുന്ന കാറ്റിന് പോലും ഔഷധക്കൂട്ടിൻ്റെയും ചന്ദനത്തിരികളുടെയും സമ്മിശ്ര ഗന്ധമായിരുന്നു. പ്രായമേറിയ ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു. മേനകത്ത് പൂജയിലാണ്, ഇപ്പോൾ കഴിയും. പേരും അയാൾക്ക് പിന്നാലെ അകത്തേക്ക് കയറി. ഇരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും പറയാം. ഒന്നും വേണ്ട. അത് പറ്റില്ല. ഇവിടെ ചില ആതിഥ്യ മര്യാദകളുണ്ട്. പൂജാമുറിയിൽ നിന്നും ഏകദേശം 60 വയസ്സിനോട് പ്രായമുള്ള ഒരാൾ പുറത്തേക്ക് വന്നു. സൂര്യനാരായണ വർമ്മ. അറ്റം വരെ മുടി, നരച്ച് നീണ്ട താടി, കട്ടിമീശ, ചുണ്ടിൽ ചെറു പുഞ്ചിരി, നെറ്റിയിൽ നീണ്ട ചന്ദനക്കുറയും അതിനൊത്ത നടുക്കായി സിന്ദൂരപ്പൊട്ടും, കഴുത്തിൽ വലിയ രുദ്രാക്ഷം കെട്ടിയ മാലയും. നേരിയതിനാൽ ശരീരം മറച്ചിരിക്കുന്നു. ഉറച്ച കാൽവയ്പ്പുകളോടുകൂടി തിരുമേനി അവർക്കരികിലേക്ക് നടന്നു വന്നു. ഹോസ്പിറ്റലിൽ നിന്നും മണിക്കുട്ടൻ്റെ കേസ് ഫയൽ ബിജുലാൽ തിരുമേനിയെ ഏൽപ്പിച്ചു.
തിരുമേനിയുടെ കണ്ണുകൾ ആ ഫയലിലേറെ നേരം സഞ്ചരിച്ചു. ചാരുകസേരയിൽ അമർന്ന് ഇരു കണ്ണും പൂട്ടി ചൂണ്ടുവിരലിനാൽ നെറ്റി ഒഴിഞ്ഞു ആലോചനയിലാണ്ടു. ആൾക്കിപ്പോൾ ബോധം വീണിട്ടുണ്ടല്ലോ. ഉവ്വ് തിരുമേനി, വളരെ കുറച്ചു നേരം മാത്രം. ബിജു, ഇന്ന് ചൊവ്വാഴ്ച, അടുത്ത വ്യാഴം രാവിലെ അയാൾ ഇവിടെ എത്തണം. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം. അയാളുടെ കൂടെ ഒരാൾ മതി സഹായത്തിന്. തിരുമേനി സീതയെ നോക്കി പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കാം. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സമ്മതാച്ചാൽ പോയി വരൂ, എല്ലാം ശുഭമാകും. അവിടെ നിന്ന് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സീതയും യശോദയും ബിജുലാലും പുറത്തേക്കിറങ്ങിയത്. വൈദ്യർ മഠത്തിന് മുന്നിൽ മണിക്കുട്ടനുമായി ആംബുലൻസ് വന്ന് നിന്നു. സീത മണിക്കുട്ടനോടൊപ്പം ആയിരുന്നു. യശോദാമ്മയും വരദയും ഇന്ദിരാമ്മയും ബിജുവിൻ്റെ കാറിലും. അവരെ സ്വീകരിക്കുവാൻ തിരുമേനിയും പരിചാരകരും കാത്തു നിന്നു. മണിക്കുട്ടനെ വളരെ സൂക്ഷിച്ച് പുറത്തേക്കെടുത്തു. വൈദ്യർ പറഞ്ഞ മരുന്ന് മുറിയിലേക്ക് കിടത്തി. ഹോസ്പിറ്റലിൽ നിന്നുണ്ടായിരുന്ന വസ്ത്രങ്ങളും മുറിവിലെ കെട്ടും എല്ലാം അഴിച്ചു മാറ്റി. കാവി മുണ്ടുടുപ്പിച്ചു. ആരതി ഒഴിഞ്ഞു. മണിക്കുട്ടൻ്റെ നെറ്റിയിൽ കുറി ചാർത്തി വൈദ്യർ മഠം മണിക്കുട്ടനെ ചികിത്സ ഏറ്റെടുത്തു. രാവിലെ ഔഷധക്കൂട്ടുകൾ ചേർത്ത് തിളപ്പിച്ച വെള്ളം ഇളം പാകമാക്കി ആ വെള്ളത്തിൽ തുണിമുക്കി മണിക്കുട്ടൻ്റെ ശരീരം തുടച്ച് വൃത്തിയാക്കി. തലയിലെ മുറിവിൽ പച്ചിലകൾ അരച്ചു ചേർത്ത മിശ്രിതം പൊതിഞ്ഞു വെച്ചു. കാലുകളിൽ പ്രത്യേക ഔഷധ മരുന്നുകൾ പൊതിഞ്ഞു. കൈകളിൽ ചീളുകൾ വെച്ച് കെട്ടി. ഔഷധക്കൂട്ട് നിറഞ്ഞ ഒരു പാത്രം തിരുമേനി സീതയെ ഏൽപ്പിച്ചു. അയാളെ പതിയെ പതിയെ ബോധമണ്ഡലത്തിൽ എത്തിക്കാൻ ഈ ഔഷധം സഹായിക്കും. തുണിയിൽ മുക്കി വായിൽ ഇറ്റിച്ചു കൊടുക്കണം. മോളുടെ സാമീപ്യം അയാളിൽ മാറ്റങ്ങളുണ്ടാക്കും. ഇത് കഴിഞ്ഞ് ചില പൂജാവിധികൾ കൂടിയുണ്ട്. അത് മോൾ അനുഷ്ഠിക്കണം. നമുക്കയാളെ പഴയ മണിക്കുട്ടനാക്കണ്ടേ? അയാളുടെ മുന്നിൽ മോൾ കരയരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സീതയോട് വല്ലാത്ത അനുകമ്പ തോന്നി തിരുമേനിക്ക്. മരുന്ന് കൊടുക്ക്. സീത തിരുമേനി പറഞ്ഞതുപോലെ ഓരോന്നും ചെയ്തു. ദിവസങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടേയിരുന്നു. ഓടിക്കൊണ്ടിരുന്ന കാറിലേക്ക് ശക്തമായ ഇടിയൊച്ചയും കണ്ണാടി ചില്ലുകൾ പൊട്ടിത്തെറിക്കുന്നതും വണ്ടിയിൽ നിന്നും പുറത്തേക്ക് തെറിക്കുന്നതും ശക്തമായി തല എന്തിലോ ചെന്നിടിച്ച് ബോധം മറയും മുമ്പ് കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വിച്ചുവിനെയാണ്. ശരീരം വെട്ടി നുറുങ്ങുന്ന വേദനയിലും കണ്ണുകൾ വലിച്ചു തുറന്നു മണിക്കുട്ടൻ അലറി വിളിച്ചു, വിച്ചു, വിച്ചു. സീത ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. മണിക്കുട്ടൻ വല്ലാത്ത അസ്വസ്ഥതയും നിലവിളിയും. തിരുമേനി, തിരുമേനി. സീത നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. സീതയുടെ നിലവിളിയൊച്ച കേട്ട് തിരുമേനി അറയിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്താ കുട്ടി, എന്താ? വല്ലാതെ ഭയന്നിട്ടുണ്ടല്ലോ. തിരുമേനി, എൻ്റെ കുട്ടേട്ടൻ. തിരുമേനി പാഞ്ഞ് മണിക്കുട്ടൻ്റെ അടുത്തെത്തി. മണിക്കുട്ടൻ്റെ നെറുകയിൽ പതിയെ തലോടി. പെരുവിരൽ നെറ്റിയിൽ ചേർത്ത് മന്ത്രങ്ങൾ ഉരുവിട്ടു. മണിക്കുട്ടൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ഇരു ചെന്നിയിലൂടെയും കണ്ണുനീർ ഒലിച്ചിറങ്ങി. ചുണ്ടുകൾ വിറകൊണ്ടു. വലത് കൈവിരലുകൾ ഞെരിച്ചമർത്തി. സീത യശോദാമ്മയെയും വരദയെയും ഇന്ദിരാമ്മയെയും കൂട്ടി അവിടേക്ക് വന്നു. ഇനി മരുന്നുപുറയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇനി ഭയപ്പെടാനൊന്നുമില്ല. അയാൾ ഇനി രോഗിയല്ല, മനസ്സുറപ്പുള്ളവനാണ്. ആരോഗ്യം വീണ്ടെടുക്കാൻ നമുക്ക് അയാളെ സഹായിക്കാം. നാളെ മുതൽ ഒഴിച്ചിലും ധാരയും തുടങ്ങാം. തളർന്നുപോയ കാലിലെ ഞരമ്പുകൾക്ക് നമുക്ക് പതിയെ പതിയെ ഉണർത്തണം. അയാളെ ഒരുപാട് ശല്യം ചെയ്യണ്ട, മനസ്സിലായോ? വേഗം കണ്ടിട്ട് പൊയ്ക്കോളൂ. വരദയെയും യശോദയെയും ഇന്ദിരയെയും നോക്കി തിരുമേനി പറഞ്ഞു. സീതമോൾ എൻ്റെ ഒപ്പം വരൂ. മണിക്കുട്ടനെ ഒന്ന് നോക്കിക്കൊണ്ട് സീത തിരുമേനിയുടെ പിന്നാലെ ചെന്നു. യശോദാമ്മ മണിക്കുട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റി. മോനെ മണിക്കുട്ടാ. അവരുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. പതിയെ മൂടിക്കെട്ടി വീർത്ത കൺപോളകൾ മണിക്കുട്ടൻ വലിച്ചു തുറന്നു. അമ്മേ. ഒച്ച പുറത്തേക്ക് വന്നില്ല. യശോദാമ്മ മണിക്കുട്ടൻ്റെ നെറുകയിൽ തലോടി പതിയെ ഉമ്മ വച്ചു. അമ്മേ, എൻ്റെ വിച്ചു, വിച്ചു. വാക്കുകൾ മുറിഞ്ഞു പോയി. അമ്മയുടെ കുഞ്ഞ് കരയല്ലേ, ഒന്നും ഓർക്കേണ്ട. ഇന്ദിരാമ്മയും വരദയെയും നോക്കി ആ കണ്ണുകൾ മറ്റാരെയോ തിരഞ്ഞു. ഒടുവിൽ ക്ഷീണത്തിൽ ആ കണ്ണുകൾ അടഞ്ഞു. ചികിത്സയിലെ പ്രധാന ഘട്ടം കഴിഞ്ഞു. മണിക്കുട്ടൻ ഇനി മാനസികമായ പിന്തുണയാണ് ആവശ്യം. അയാളുടെ കൂട്ടുകാരൻ്റെ മരണം അയാളിൽ വലിയ മുറിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിന്നും പുറത്തു കിടക്കാൻ മോൾ അയാളെ സഹായിക്കണം. മരുന്നുകളോടൊപ്പം മോളുടെ സാമീപ്യം അത് അയാളിൽ മാറ്റമുണ്ടാക്കും. കാലുകളുടെ തളർച്ച അയാളിൽ ആത്മവിശ്വാസം കുറയ്ക്കും. അതിന് മോൾ ഇടകൊടുക്കരുത്. മനസ്സിൻ്റെ ബലമാണ് ഇപ്പോൾ അത്യാവശ്യം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കുട്ടിക്ക്? സീത എല്ലാത്തിനും തലകുലുക്കി. പൊയ്ക്കോ. സീത ചെല്ലുമ്പോൾ മണിക്കുട്ടൻ ഉറക്കത്തിലായിരുന്നു. അവൾ മണിക്കുട്ടൻ്റെ കൈവിരലുകളിൽ കൈ ചേർത്ത് വെച്ചു. കുട്ടേട്ടാ, കുട്ടേട്ടാ. പ്രാണൻ്റെ ഒച്ച തിരിച്ചറിഞ്ഞ് മണിക്കുട്ടൻ കണ്ണുകൾ പതിയെ തുറന്നു. അവളെ നോക്കി. മുഖത്ത് പഴയ കുസൃതി ചിരിയില്ല, കരഞ്ഞു വീർത്ത കണ്ണുകൾ. സീതേ, എൻ്റെ കാന്താരി. കണ്ണുകൾ നിറഞ്ഞു തൂവി. അല്ലേ കുട്ടേട്ടാ, കരയല്ലേ. സീത രണ്ട് കൈയാലെ അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. കരയല്ലേ, എനിക്ക് സഹിക്കില്ല. എനിക്കെൻ്റെ പഴയ കുട്ടേട്ടനെ വേണം. എൻ്റെ വിച്ചു അവൻ പോയല്ലോ. എനിക്കൊന്ന് കാണാൻ. വാക്കുകൾ മുറിഞ്ഞു. കണ്ണുനീർ ഒഴുകി കണ്ണുകൾ ഇറുക്കി അടച്ചു മണിക്കുട്ടൻ. ഇങ്ങനെയൊന്നും പറയല്ലേ കുട്ടേട്ടാ.
കുട്ടേട്ടൻ ഉറങ്ങിക്കോ. അവൾ മണിക്കുട്ടൻ്റെ ഇരു കണ്ണിലും മാറി മാറി ഉമ്മ വെച്ചു. മണിക്കുട്ടൻ്റെ കൈകളിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. ഒഴിച്ചിലും ധാരയുമായി ദിവസങ്ങൾ കടന്നുപോയി. മണിക്കുട്ടൻ്റെ കൈകളിലെ മുറിവുകളെല്ലാം ഭേദമായി. ബിജി ഇടയ്ക്കൊക്കെ മണിക്കുട്ടനെ കാണാൻ വരാറുണ്ടായിരുന്നു. അവർ തമ്മിൽ ഇപ്പോൾ നല്ലൊരു സൗഹൃദമുണ്ട്. യശോദാമ്മയോടും ഇന്ദിരയോടും വളരെ സ്നേഹമായാണ് അവൻ പെരുമാറുന്നത്. വരദയോട് അത്യാവശ്യം എന്തെങ്കിലും ചോദിക്കും. സീതയോട് കുഞ്ഞു പെങ്ങളോടെന്ന പോലെയുള്ള സ്നേഹമാണ്. സീതയ്ക്ക് വിജു അവളുടെ വിച്ചേട്ടനാണ്. അടുത്ത പ്രാവശ്യം അമ്മയെയും കൂട്ടി വരാമെന്ന് യശോദാമ്മയോട് യാത്രയും പറഞ്ഞിട്ടാണ് ബിജു തിരികെ പോയത്. മണിക്കുട്ടൻ്റെ തലയിലെ മുറിവുകൾ ഭേദമാകുന്നതേ ഉള്ളൂ. കാലിൻ്റെ ചലനം കൂടി നേരെയാകാനുണ്ട്. പലപ്പോഴും മണിക്കുട്ടൻ്റെ മനസ്സ് വിച്ചുവിൻ്റെ ഓർമ്മകളിൽ തളം കെട്ടി നിന്നു. അത് ചികിത്സയെ ബാധിക്കാൻ തുടങ്ങി. തിരുമേനിക്കത് മനസ്സിലാവുകയും ചെയ്തു. തിരുമേനി പതിവില്ലാതെ സീതയെയും കൂട്ടി യശോദാമ്മയെയും ഇന്ദിരയെയും കാണാൻ ഔട്ട് ഹൗസിലേക്ക് ചെന്നു. ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് വന്നത് യശോദാമ്മയെ. ഇത്രയും വലിയ അപകടത്തിൽ നിന്നും മണിക്കുട്ടൻ രക്ഷപ്പെട്ടത് ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാണ്. മനസ്സിൽ അമ്മയോടും സീതയോടുമുള്ള സ്നേഹവും അവൻ്റെ ആത്മവിശ്വാസവും കൊണ്ട്. പക്ഷേ ഇപ്പോൾ അയാൾക്ക് വിച്ചു വരുത്തിയ ശൂന്യത വളരെ വലുതാണ്. വിച്ചുവിൻ്റെ ഓർമ്മ അയാളെ വല്ലാതെ തളർത്തുന്നുണ്ട്. അത് ചികിത്സയെ ദോഷമായി ബാധിക്കും. മനസ്സിൻ്റെ ധൈര്യം കൈവിട്ടാൽ പിന്നെ ചികിത്സ കൊണ്ട് പ്രയോജനമുണ്ടാവില്ല. അതിൽ നിന്നും അയാൾക്ക് മോചനം വേണം. ഇനിയുള്ള ചികിത്സയ്ക്ക് മുന്നോടിയായി നമുക്ക് അയാളുടെ വിവാഹം നടത്തിയാലോ? അതാകുമ്പോൾ ഭാര്യയുടെ സാമീപ്യവും പ്രണയപൂർവ്വമുള്ള പരിചരണവും അയാളുടെ ചിന്തകളെ ഒരു പരിധി വരെ നിയന്ത്രിക്കും. അല്ലെങ്കിൽ ആ മനസ്സ് ചിലപ്പോൾ കൈവിട്ടു പോകും. നമുക്ക് സീതയുമായുള്ള വിവാഹം ഉടനെ നടത്തിയാലോ? തിരുമേനി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. നിങ്ങൾ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരുന്നതല്ലേ? എന്താ യശോദാമ്മേ? ഇതിൽ ഞാനിനി എന്ത് പറയാനാ തിരുമേനി? യശോദ അമ്മ ഇന്ദിരയെ നോക്കി. നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ തിരുമേനി. നല്ലൊരു മുഹൂർത്തം നോക്കിക്കോട്ടെ. എൻ്റെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കണം. അത് ഞങ്ങൾക്ക് കാണണം. ഇന്ദിരാമ്മ അതും പറഞ്ഞ് യശോദാമ്മയെ ചേർത്ത് പിടിച്ചു. യശോദാമ്മയും ഇന്ദിരയും സീതയും വരദയും തിരുമേനിയുടെ കൂടെ മണിക്കുട്ടൻ്റെ അടുത്തേക്ക് എത്തി. മണിക്കുട്ടൻ ആദ്യം എതിർത്തു. പക്ഷേ തിരുമേനിയും മറ്റുള്ളവരും ചേർന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഇത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തം നോക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. സീതയെ മോളെ, ഇപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം വേണോ? നിനക്ക് സമ്മതമാണോ? ഇങ്ങനെയാണോടി നമ്മുടെ വിവാഹം നമ്മൾ സ്വപ്നം കണ്ടത്? എനിക്കിപ്പോൾ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല. മണിക്കുട്ടൻ്റെ ഇരു ചെന്നിയിലൂടെയും കണ്ണുനീരൊഴുകി. സീത മണിക്കുട്ടൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റി. ഞാൻ എങ്ങനെയാടി പെണ്ണെ? ബാക്കി പറയാൻ സീത അവനെ അനുവദിച്ചില്ല. അവൻ്റെ ചുണ്ടുകൾക്ക് മീതെ വിരലുകൾ വെച്ച് തടഞ്ഞു. കുട്ടേട്ടൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. കുട്ടേട്ടൻ്റെ ഈ അവസ്ഥ മാറണം. എനിക്കെൻ്റെ പഴയ കുട്ടേട്ടനെ വേണം. കുട്ടേട്ടൻ ആവശ്യമില്ലാതെ ഓരോന്നാലോചിച്ച് വിഷമിക്കല്ലേ. മണിക്കുട്ടൻ ഇപ്പോൾ വീൽ ചെയറിലിരിക്കാം. തലയിലെ മുറിവ് ഏകദേശം ഭേദമായി. ഇനി കാലിൻ്റെ ചലനം വീണ്ടെടുക്കണം. തിരുമേനി അറിയിച്ചതിനെ തുടർന്ന് ബിജു വൈദ്യർമഠത്തിലെത്തി. ഇത്തവണ ബിജു അമ്മയെയും കുട്ടിയാണ് വന്നത്. യശോദാമ്മയെയും ഇന്ദിരയെയും പോലെ ഒരു പാവം നാട്ടുമ്പുറത്തുകാരിയാണ് ബിജുവിൻ്റെ അമ്മ സത്യഭാമ. ഭർത്താവ് മരിച്ചു. പോലീസിലായിരുന്നു. മോനും പോലീസാകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ആ ആഗ്രഹം നിറവേറ്റിയാണ് അയാൾ കണ്ണടച്ചത്. ബിജുവിനൊരു അനിയത്തി കൂടിയുണ്ട്, ബിന്ദു. ഭർത്താവും കുഞ്ഞുങ്ങളുമായി ബാംഗ്ലൂരിലാണ്. വീട്ടിൽ അമ്മയും മോനും മാത്രമേ ഉള്ളൂ. അമ്മമാർ മൂന്നും കൂടി കുറേ കാലമായി പരിചയമുള്ളവരെ പോലെയാണ് സംസാരം. ബിജു മണിക്കുട്ടനെയും സീതയെയും കണ്ടു മടങ്ങുമ്പോൾ വരദ തനിയെ പുറത്തു നിൽക്കുന്നു. ബിജു നേരെ വരദയുടെ അടുത്തെത്തി. വരദ, താനെന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. എങ്കിൽ വാടോ, നമുക്കൊന്ന് നടന്നാലോ? വരദ അയാൾക്കൊപ്പം പുറത്തേക്ക് നടന്നു. ഇരുവരും മൗനമായിരുന്നു. ഒടുവിൽ ബിജു മൗനം ഭേദിച്ചു. എടോ, നമുക്കിവിടെ ഒരല്പം ഇരുന്നാലോ? വരദയും ബിജുവും അടുത്തടുത്ത് കണ്ട സ്റ്റോൺ ബെഞ്ചിലിരുന്നു. തനിക്ക് വിച്ചുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? വരദ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പറയടോ, ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ വിഷമം കുറച്ചു മാറും. തമ്മിൽ പറഞ്ഞിട്ടില്ല രണ്ടുപേരും, പക്ഷെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ചിലപ്പോൾ വിധിയുണ്ടാവില്ല. പറയുമ്പോൾ അവളുടെ ഒച്ച ഇടറിപ്പോയി. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മണിക്കുട്ടനും അറിയാം. എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. താൻ നന്നായി ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. വരദ ബിജുവിനെ തന്നെ നോക്കിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞു പെയ്തു. എടോ, സിമ്പതിയൊന്നുമല്ല എനിക്ക്, അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ. താൻ നന്നായി ആലോചിക്ക്. ആ,
മക്കൾ ഇവിടെ ഇരിക്കുകയായിരുന്നോ? മോളിങ്ങി വന്നേ. നിന്നെ കണ്ടത് മുതൽ ഇവന് മോളുടെ കാര്യം പറയാനേ നേരമുള്ളൂ. മോളെ കാണാനും കൂടിയാ അമ്മ വന്നത്. മോൾ നന്നായി ആലോചിച്ചൊരു തീരുമാനമെടുക്കൂ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഭാമ ഭരതയോട് യാത്ര പറഞ്ഞു. ഭരത ചെല്ലുമ്പോൾ സീത മണിക്കുട്ടൻ്റെ കാലിൽ മരുന്നിൻ്റെ കൂട്ട് തേക്കുകയായിരുന്നു. ഭരതയെ കണ്ടതും മണിക്കുട്ടൻ അവളെ അവനരികിൽ പിടിച്ചിരുത്തി. അവളുടെ വിഷമം കണ്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? മണിക്കുട്ടൻ ചേട്ടാ, ഞാൻ പറഞ്ഞു മുഴുമിക്കാൻ പറ്റിയില്ല അവൾക്ക്. മണിക്കുട്ടൻ നെഞ്ചിലേക്ക് ചാരി അവൾ ഏങ്ങി കരഞ്ഞു. ബിജു എന്നോടെല്ലാം പറഞ്ഞു മോളെ. സമ്മതിക്കണം നീ. ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എൻ്റെ വിച്ചു അവന് സഹിക്കില്ലടി. കരയല്ലേ ഏട്ടൻ്റെ കുഞ്ഞ്. അവന് നിന്നോടുള്ള ഇഷ്ടം എനിക്കറിയാമായിരുന്നു. മണിക്കുട്ടൻ്റെ കണ്ണിൽ നീർ പൊടിഞ്ഞു. ഏട്ടൻ്റെ കുട്ടി എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങണം. അത് കണ്ട് എൻ്റെ വിച്ചുവിൻ്റെ ആത്മാവ് സന്തോഷിക്കട്ടെ. ഇനി കരയരുത്. മണിക്കുട്ടൻ ഭരതയുടെ കണ്ണുകൾ തുടച്ചു. അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. ബിജു നല്ലവനാണ്. അവൻ മോളെ പൊന്നുപോലെ നോക്കും. എൻ്റെ കുട്ടിക്കെല്ലാം മറക്കാൻ സമയം അവൻ തരും. നിൻ്റെ ഒരു സമ്മതം മതി. അവൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരുന്നോളും. സീത നോക്കി കാണുകയായിരുന്നു തൻ്റെ കുട്ടേട്ടനിൽ ഒരച്ഛൻ്റെയും ചേട്ടൻ്റെയും ഒക്കെ കരുതലും വാത്സല്യവും. സീതയുടെയും മണിക്കുട്ടൻ്റെയും വിവാഹത്തിന് മുഹൂർത്തം കുറിച്ചു. വരുന്ന വ്യാഴാഴ്ച രാവിലെ 10-നും 11-നും ഇടയിൽ. വിവാഹത്തിന് ഇനി 3 ദിവസമേ ഉള്ളൂ. ബിജു അമ്മയെ നേരത്തെ തന്നെ വൈദ്യർമഠത്തിലെത്തിച്ചു. സ്റ്റേഷനിൽ പോയി ഒരാഴ്ചത്തെ ലീവും പറഞ്ഞു. വിവാഹ വസ്ത്രങ്ങൾ, സ്വർണം ഇതൊക്കെ എടുക്കാനും മറ്റും ഇനി അധികം ദിവസമില്ല. എല്ലാവരും മണിക്കുട്ടൻ്റെ മുറിയിൽ വലിയ ചർച്ചയിലാണ്. പോലീസുകാർ തിരികെ ഏൽപ്പിച്ച മണിക്കുട്ടൻ്റെ ബാഗിൽ അത്യാവശ്യം കാശും മണിക്കുട്ടൻ്റെ കാർഡും പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ബിജു, നിനക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ അതൊന്നും ഇവിടെ എത്തിക്കാമോ? മോനെ, എങ്കിൽ സീതയും കൂടി പോട്ടെ. അവളുടെ കല്യാണത്തിനായി മാറ്റിയിട്ട കുറച്ച് രൂപ ബാങ്കിൽ നിന്നും എടുക്കുകയും ചെയ്യാം. അതൊന്നും വേണ്ട, അതവിടെ കിടക്കട്ടെ. അത് നമുക്ക് വരതയുടെ ആവശ്യത്തിനെടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ചടങ്ങല്ലേ. അത് ശരിയാ, എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അതൊക്കെ മതി. സമയം കുറവാണ്, പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനിക്കുമോ? ഞാൻ പോകാം. സീത വരുന്നുണ്ടോ? ബിജു സീതയോട് ചോദിച്ചു. ഞാൻ വരുന്നില്ല ചേട്ടായി, കുട്ടേട്ടൻ തനിച്ചാവും. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ബിജുവും വരതയും കൂടി പോ. അവർ രണ്ടുപേർക്കും സമ്മതമാണോ എന്ന് ചോദിക്കേ. എങ്കിൽ അവർ പോകട്ടെ. വരതയും ബിജുവും നെടുവത്തൂരിലേക്ക് യാത്ര തിരിച്ചു. യാത്രയുടെ തുടക്കത്തിൽ 2 പേരും മൗനമായിരുന്നു. എടോ, താനെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലും സംസാരിക്കടോ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസല്ലേ. വരദ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഷോ, തനിക്ക് ചിരിക്കാനൊക്കെ അറിയാമോ? ആദ്യമായി താനൊന്ന് ചിരിച്ചു കണ്ടത്. ചിരിക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ തന്നെ കാണാൻ. അല്ലാത്തപ്പോൾ എന്താ, ഭംഗിയില്ലേ? അപ്പം മണിക്കുട്ടൻ പറഞ്ഞത് ശരിയാ. മണിക്കുട്ടൻ ചേട്ടൻ എന്ത് പറഞ്ഞു? താൻ കാന്താരിയാണെന്ന്, വായാടിയാണെന്ന്. ഭരത ബിജുവിനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. താനിങ്ങനെ നോക്കല്ലേ. അവർ തമ്മിലുള്ള അകലം കുറയാൻ തുടങ്ങി. നെടുവത്തൂരിൽ വരതയും ബിജുവും ആദ്യം ബാങ്കിലെത്തി. അമ്മ സൈൻ ചെയ്ത് കൊടുത്ത ചെക്ക് ഉപയോഗിച്ച് കാശ് വിഡ്രോ ചെയ്തു. അതിനുശേഷം നേരെ മണിക്കുട്ടൻ്റെ വീട്ടിലെത്തി ബാഗ് എടുത്തു. അതിനുള്ളിലെല്ലാം ഉണ്ടെന്ന് ചെക്ക് ചെയ്തു. അടുത്തായിരുന്ന വിച്ചുവിൻ്റെ ബാഗിൽ ഒന്ന് തലോടി മുറിയിൽ നിന്ന് തിരികെ ഇറങ്ങി. കാറിൽ കയറുമ്പോഴാണ് വരദ ആ കാഴ്ച കണ്ടത്. വിച്ചുവിൻ്റെ ബാഗുമായി ബിജു വരുന്നു. ഇതെന്തിനാ എടുത്തേ? മണിക്കുട്ടൻ ചേട്ടൻ പറഞ്ഞായിരുന്നോ? നീ മണിക്കുട്ടൻ്റെ ബാഗ് ചെക്ക് ചെയ്തോ? മൊബൈലുണ്ടോ? എല്ലാം അതിലുണ്ട്. തിരിച്ചു വരുമ്പോൾ അവർ ഫുഡ് കഴിച്ചു. വരുന്ന നാട്ടുവിശേഷം പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനക്കമൊന്നുമില്ല. നോക്കുമ്പോൾ ഉറക്കമാണ്. വൈകുന്നേരത്തോടെ അവർ വൈദ്യർമഠത്തിലെത്തി. ബിജു വരതയെ കവിളിൽ തട്ടി വിളിച്ചു. ഡീ പെണ്ണെ, നമ്മളെത്തി. ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ ബിജുവിൻ്റെ തോളിൽ കിടന്നായിരുന്നു അവൾ ഉറങ്ങിയത്. അവൾ അവനെ നോക്കി കണ്ണിറക്കി. വിവാഹത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിന് വേണ്ടി എല്ലാവരും ചേർന്ന് സീതയെ നിർബന്ധിക്കുകയാണ്. നീയും കൂടി വന്നില്ലെങ്കിൽ എങ്ങനെയാ മോളെ? ബിജു ആവുന്നത്ര വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വരുന്നില്ല ചേട്ടായി. അമ്മയും യശോദാമ്മയും വരതയും ഭാമമ്മയും കൂടി പോയാൽ മതി. നിന്റെ ഇഷ്ടം നോക്കണ്ടേ മോളെ? യശോദാമ്മ അവളോട് ചോദിച്ചു. നിങ്ങളുടെ എല്ലാ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. ഇനി തർക്കം വേണ്ട, നമുക്ക് പോകാം. മണിക്കുട്ടൻ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. ഇവൾ ഇവിടെ നിൽക്കട്ടെ. എന്നാൽ ഇനി സമയം കളയണ്ട, രാഹുകാലത്തിന് മുമ്പേ നമുക്ക് ഇറങ്ങാം. ഒടുവിൽ ഇന്ദിരാമ്മ തന്നെ അതിനൊരു തീരുമാനമുണ്ടാക്കി. ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ എല്ലാവരെയും ഇറക്കി ബിജു പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. വണ്ടി പാർക്ക് ചെയ്ത് ബിജു തിരികെ വരുമ്പോൾ സാരി കുന്നുപോലെ കൂടിക്കിടക്കുന്നു. ആർക്കും ഒന്നും തൃപ്തിയാകുന്നില്ല. ഒടുവിൽ ഗ്രീനിൽ റെഡ് ബോർഡർ ചേർന്ന കാഞ്ചീപുരം സാരിയാണ് സീതയ്ക്ക്. അതിൻ്റെ മാച്ച് ബ്ലൗസ് പീസും. മണിക്കുട്ടന് ക്രീമിൻ്റെ സിൽക്ക് ഷർട്ടും കസവും ഉണ്ടും. വരതയ്ക്ക് ട്രഡീഷണൽ ഹാഫ് സാരിയും ഡാർക്ക് ഗ്രീൻ ബ്ലൗസും.
ബിജുവിന് വരദയുടെ ബ്ലൗസിൻ്റെ മാച്ചായിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ഷർട്ടും അതിൻ്റെ മാച്ച് കരയുള്ള മുണ്ടും, അമ്മമാർക്ക് ഒരേപോലെയുള്ള നേരിയത് സാരി, തിരുമേനിക്ക് കസവും മുണ്ടും നേരിയതും. ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമയം വൈകി. അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച് സ്വർണ്ണമെടുക്കാമെന്ന് തീരുമാനിച്ചു. കുട്ടേട്ടാ, മരുന്ന് കഴിച്ചിട്ട് എത്ര നേരമായി? ഇനി കുറച്ച് കിടക്കൂ. തിരുമേനി കണ്ടാൽ വഴക്ക് പറയും. വായോ, വന്ന് കിടക്ക്. ഇപ്പോൾ മണിക്കുട്ടന് ചെറിയ രീതിയിൽ പിടിച്ച് നടക്കാം. വൈകുന്നേരം 10 മിനിറ്റ് നടത്തമുണ്ട്. ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. ഡി, നീ ഇവിടെ വന്നിരിക്ക്. എന്താ കുട്ടേട്ടാ? ഇവിടെ വാ പെണ്ണെ. എന്താ കാര്യം? മണിക്കുട്ടൻ സീത അടുത്ത് വന്നിരുന്നപ്പോൾ അവളെ നെഞ്ചോട് ചേർത്തിരുത്തി അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. നിനക്ക് നമ്മുടെ വിവാഹം ഇങ്ങനെ നടക്കുന്നതിൽ വിഷമമില്ലേ മോളെ? എന്തിനാ കുട്ടേട്ടാ ഇങ്ങനെ ചോദിക്കുന്നേ? ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അത്രയും വലിയ ആക്സിഡൻറ്റിൽ നിന്നും എനിക്ക് എൻ്റെ കുട്ടേട്ടനെ മഹാദേവൻ തിരിച്ചു തന്നില്ലേ? എനിക്കത് മതി. ഞാനൊന്ന് മറന്നു. നീ ആ ബാഗ് ഒന്നെടുക്ക് പെണ്ണേ. സീത മണിക്കുട്ടൻ്റെ ബാഗ് എടുത്ത് അടുത്തേക്ക് വെച്ചു കൊടുത്തു. അടുത്തുള്ള വിച്ചുവിൻ്റെ ബാഗ് കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മണിക്കുട്ടൻ ബാഗ് തുറന്ന് ഒരു ബോക്സ് എടുത്ത് സീതയ്ക്ക് കൊടുത്തു. നീ അത് തുറന്നു നോക്ക്. ഞാൻ നിനക്ക് ബോംബെയിൽ പോയപ്പോൾ വാങ്ങിയതാ. സീത ബോക്സ് തുറന്നു നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. സ്വർണ്ണ പാദസരം. ഇഷ്ടമായോ നിനക്ക്? ഒരുപാട് ഇഷ്ടമായി കുട്ടേട്ടാ. സീത മണിക്കുട്ടൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. മണിക്കുട്ടൻ വിച്ചുവിൻ്റെ ബാഗ് തുറന്ന് അതിൽ നിന്നും വിച്ചു യശോദാമ്മയ്ക്കും സീതയ്ക്കും ഇന്ദിരാമ്മയ്ക്കും വാങ്ങിയ ഡ്രസ്സ് എടുത്തു കൊടുത്തു. മണിക്കുട്ടൻ ബാഗിൽ നിന്നും ഒരു ബോക്സ് പുറത്തെടുത്ത് അതിൽ എൻ്റെ പെണ്ണിന് എന്നെഴുതിയിരിക്കുന്നു. ഞാനും അവനും ഷോപ്പിങ്ങിന് പോയപ്പോൾ വരദയ്ക്ക് വാങ്ങിയതാണ്. പക്ഷേ കുട്ടേട്ടൻ തന്നെ ഇത് അവളുടെ കയ്യിൽ കൊടുത്താൽ മതി. മാലയും ചെറിയ ആലില താലിയും യശോദാമ്മയാണ് വാങ്ങിയത്. കാശിൻ്റെ ഒരു നെക്ലസ്, വലിയ മുണ്ടുമട്ടുമാലയും വീതിയുള്ള 4 വളകളും വലിയ ജിമിക്കിയും സീതയ്ക്ക് വേണ്ടി അമ്മമാരും വരദയും സെലക്ട് ചെയ്തു. 2 പേരുടെയും പേര് കൊത്തിയ മോതിരവും വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞ് വൈദ്യർ മഠത്തിലെത്തിയപ്പോൾ നേരം ഒരുപാട് വൈകി. ഭദ്രയെയും മണിക്കുട്ടനെയും തിരുമേനിയെയും ഡ്രസ്സും സ്വർണവും ഒക്കെ കാണിച്ച് അതെല്ലാം അലമാരയിൽ വെച്ചു. വരദ മണിക്കുട്ടൻ കൊടുത്ത ബോക്സും കയ്യിൽ പിടിച്ച് നിൽപ്പാണ്. നീ അത് തുറന്നു നോക്കടി. കൊള്ളാമോ ഇല്ലയോ എന്ന് നോക്ക്. ചേട്ടായി, സീതേച്ചിക്ക് വാങ്ങിയതാണോ? അല്ല, ഇത് വിച്ച് നിനക്ക് വേണ്ടിയാ വാങ്ങിയതാ. എനിക്കിത് വേണ്ട ചേട്ടായി. ഇനി എനിക്കിത് എന്തിനാ? അത് പറയുമ്പോൾ അവളുടെ ഒച്ചയിടറിയിരുന്നു. അങ്ങനെ പറയല്ലേ മോളെ. നീ ഇത് വേണ്ടെന്ന് വെച്ചാൽ അവൻ്റെ ആത്മാവ് അത് സഹിക്കില്ല. സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടി നിൽക്കുന്ന വരദയെ ബിജു ചേർത്ത് പിടിച്ചു. ഇത് തനിക്കുള്ളതാടോ. സീതയുടെ കല്യാണത്തിന് താൻ ഇതിട്ടാൽ മതി. എല്ലാവർക്കും അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. ബിജുവിനെ അടുത്തേക്ക് വിളിച്ച് മണിക്കുട്ടൻ ഒരു ബ്രേസ്ലെറ്റ് അവൻ്റെ കയ്യിൽ ഇട്ടുകൊടുത്തു. ഇതെറ്റ് വിച്ചുവിൻ്റെയാ. ഇതിന് ബിജുവിൻ്റെ കയ്യിൽ കിടക്കട്ടെ. ആ കാഴ്ച എല്ലാവരുടെയും കണ്ണ് നിറയിക്കുന്നതായിരുന്നു. അയ്യേ, പോലീസ് ഏമാൻ കരയുന്നു. എനിക്ക് നീ എൻ്റെ വിച്ചുവാ. അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി. മണിക്കുട്ടൻ പറഞ്ഞുകൊണ്ട് അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. സദ്യയ്ക്കുള്ള ഏർപ്പാട് ചെയ്തത്. ആശ്രമത്തിലെ എല്ലാ അന്തേവാസികൾക്കും കല്യാണത്തിന് ക്ഷണമുണ്ട്. 4 കെട്ടിനുള്ളിലെ ദേവീ സന്നിധിയിൽ വെച്ചാണ് ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ മണിക്കുട്ടനെ ഒരുക്കാനും സഹായിക്കാനും ബിജുവായിരുന്നു കൂടെ. വലത് കൈയിൽ രുദ്രാക്ഷ കെട്ടിയ ബ്രേസ്ലെറ്റ്, കഴുത്തിലിട്ട ചെയിൻ ബിജു സൂക്ഷിച്ചു നോക്കി. അതിൽ ലോക്കറ്റ് കണ്ട് ചിരിച്ചു. നീ നോക്കണ്ട, എൻ്റെ പെണ്ണ് ഈ നെഞ്ചിൽ കയറി കൂടിയപ്പോൾ ചെയ്തതാ അവളുടെ പേരിൽ ഈ ലോക്കറ്റ്. ഇതിങ്ങനെ എൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ അതൊരു ധൈര്യമാണ്. ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇന്നാണ് ഇടുന്നത്. അതും പറഞ്ഞ് മണിക്കുട്ടൻ ബിജുവിനെ നോക്കി കണ്ണിറുമി. സീതയെ അമ്മമാരും വരദയും ചേർന്നാണ് ഒരുക്കിയത്. ഭംഗിയായി സാരി ഉടുപ്പിച്ചു, മുടി വിടർത്തിയിട്ടു, നിറയെ പൂ വെച്ചു, കണ്ണിൽ കട്ടിക്ക് മഷി എഴുതി കറുപ്പിച്ചു, കട്ടി പുരുകങ്ങൾക്കിടയിൽ ഒരു സ്റ്റോണിൻ്റെ പൊട്ടും വെച്ചു. ആഭരണങ്ങൾ ധരിച്ച് അമ്മമാരുടെയും തിരുമേനിയുടെയും കാൽക്കൽ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങി. വരദ ഹാഫ് സാരിയിൽ അതിസുന്ദരിയായിരുന്നു. വിച്ചു കൊടുത്ത നെക്ലേസും കമ്മലും, ഒരു കൈയിൽ വാച്ചും മറുകൈയിൽ ഡ്രസ്സിന് മാച്ചായ വളയും. ബിജു മുണ്ടിലും ഷർട്ടിലും സുന്ദരനായിരുന്നു. വലത് കൈയിൽ ബ്രേസ്ലെറ്റും ഇടത് കൈയിൽ വാച്ചും. അണിഞ്ഞൊരുങ്ങി വരുന്ന സീതയെ മണിക്കുട്ടൻ കണ്ണിമ ചുമ്മാതെ നോക്കി നിന്നു. വിവാഹവേഷത്തിൽ അവൾ അതിസുന്ദരിയായിരുന്നു. മണിക്കുട്ടൻ സീതയെ നോക്കി കണ്ണുറക്കി. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. മണിക്കുട്ടൻ അമ്മമാരോടും തിരുമേനിയോടും അനുഗ്രഹം വാങ്ങി. സീത ബിജുവിൻ്റെ കാലിൽ തൊട്ടു. പെട്ടെന്ന് ബിജുവിന് വല്ലായ്മ തോന്നി. എന്താ എനിക്ക് എൻ്റെ വിച്ചു ചേട്ടായിയെ പോലെയാണ്. എൻ്റെ കുട്ടേട്ടനെ തിരികെ തന്നത് ചേട്ടായിയല്ലേ? എന്നെ അനുഗ്രഹിക്കണം. നീ എനിക്ക് എൻ്റെ പെങ്ങളെപ്പോലെയല്ലേടി. എപ്പോഴും എൻ്റെ അനുഗ്രഹം നിങ്ങൾ 2 പേരോടും ഒപ്പം കാണും. ദേവീ സന്നിധിയിൽ പൂജിച്ച താലി തിരുമേനിയുടെ കയ്യിൽ നിന്നും വാങ്ങി മണിക്കുട്ടൻ സീതയെ അണിയിച്ചു.
സീത കണ്ണുകൾ ഇറുക്കി അടച്ചു പ്രാർത്ഥിച്ചു. ഇലച്ചീന്തിൽ നിന്നും ഒരു നീളുള്ള സിന്ദൂരത്താൽ മണിക്കുട്ടൻ സീതയുടെ സീമന്തിരക ചുവപ്പിച്ചു. സീത കണ്ണുകൾ ഇറുക്കി അടച്ചു. തൻ്റെ മരണം വരെ ഈ സീമന്തിരക ചുവക്കണേ ദേവി, അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. രണ്ടുപേരും മോതിരം കൈമാറി. തിരുമേനി എടുത്ത് നൽകിയ തുളസിമാല അണിയിച്ച് ഇരുവരും ശ്രീകോവിലിൽ നോക്കി ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. ചടങ്ങുകളെല്ലാം ഫോട്ടോഗ്രാഫർമാർ പകർത്തി. അത്യാവശ്യം രണ്ടുപേരെയും ഇരുത്തി നിർത്തിയും ഫോട്ടോ എടുത്തു. മണിക്കുട്ടൻ ഒരുപാട് നേരം നിൽക്കാൻ ബുദ്ധിമുട്ടായതിനാൽ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം രണ്ടുപേരെയും ഊണ് കഴിക്കാൻ വരദയും ബിജുവും കൂട്ടിക്കൊണ്ടുപോയി. മരുന്നുമുറിയുടെ അടുത്ത് തന്നെയുള്ള മുറിയാണ് തിരുമേനി മണിക്കുട്ടനും സീതയ്ക്കുമായി ഒരുക്കിയിരുന്നത്. വലിപ്പമുള്ള ഒരു മുറി, ഒത്ത നടുക്കായി വലിയ കട്ടിൽ, പിന്നെ ഒരു മേശ, അതിനടുത്തായി ഡ്രസ്സിംഗ് ടേബിൾ. മണിക്കുട്ടൻ മുറിയിലെത്തി ഫ്രഷാകാൻ പോയി. വരദ സീതയെ ഡ്രസ്സ് മാറാനും മറ്റുമായി സഹായിച്ചു. മണിക്കുട്ടൻ ഫ്രഷായി വന്നതും സീത കുളിമുറിയിലേക്ക് കയറി. രാവിലെ മുതൽ നടക്കുകയും നിൽക്കുകയും ചെയ്തതുകൊണ്ട് മണിക്കുട്ടൻ ആകെ അസ്വസ്ഥതയായിരുന്നു. കിടന്ന ഉടനെ തന്നെ മണിക്കുട്ടൻ ഉറങ്ങിപ്പോയി. സീത ഫ്രഷായി വന്നപ്പോൾ മണിക്കുട്ടൻ ഉറക്കമായി. മോളെ സീതേ, എന്താ തിരുമേനി? മണിക്കുട്ടൻ, കുട്ടേട്ടൻ ഉറക്കുക, ക്ഷീണം കാണും. മോൾ ഈ മരുന്ന് മണിക്കുട്ടൻ്റെ കാലിലിട്ട് കൊടുക്ക്, ഉണർത്തണ്ട. സീത മണിക്കുട്ടൻ്റെ അടുത്ത് ഇരുന്ന് കാലിൽ മരുന്നിട്ട് ഒഴിഞ്ഞു കൊടുത്തു. ഏറെ നേരം കാലൊഴിഞ്ഞ് സീത മണിക്കുട്ടനെ നോക്കി ചിന്തകളിൽ ആണ്ടിരുന്നു. ഞാൻ മോളോടൊരു കാര്യം പറയാനാണ് വിളിച്ചത്. കല്യാണം കഴിഞ്ഞ് എൻ്റെ മോൾ പ്രാർത്ഥനയോടും ക്ഷമയോടും കൂടി കാത്തിരിക്കണം. കുറച്ച് ചികിത്സകൾ കൂടി ബാക്കിയുണ്ട്. അതിനുശേഷം നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധം തുടങ്ങാം. എല്ലാ അവശതകളും മാറ്റി ഞാൻ ആ പഴയ മണിക്കുട്ടനെ എൻ്റെ കുട്ടിക്ക് തിരിച്ചു തരും. തിരുമേനി പറയുമ്പോൾ അവൾ അതെല്ലാം ശ്രദ്ധിച്ച് കേട്ടു. മോൾ എന്താ ആലോചിക്കുന്നത്? യശോദാമ്മയുടെ ഒച്ചയാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. ഒന്നുമില്ല യശോദാമ്മേ, ഉറങ്ങിയല്ലേ? ക്ഷീണം കാണും. അവന് നിന്നെ കാണാഞ്ഞ് അന്വേഷിച്ചു വന്നതാ. മോൾ വേണേൽ ഇത്തിരി നേരം കിടന്നോ? രാവിലെ മുതൽ ഒരുങ്ങിക്കെട്ടി നിൽക്കുകയല്ലേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സീത കട്ടിലിൽ ഓരം ചേർന്ന് കിടന്നു. വരദ വിളിച്ചപ്പോഴാണ് സീത ഉണർന്നത്. എന്തൊരുറക്കവാ ചേച്ചി, നേരെ ഒത്തിരിയായി. പിന്നല്ലേ, ചേട്ടായി എപ്പോഴേ മരുന്നുപുരയിൽ പോയി. നീ ചെല്ല്, ഞാനൊന്ന് മുഖം കഴുകി ഇപ്പോൾ വരാം. സീത ഫ്രഷായി മരുന്നുപുരയിൽ ചെല്ലുമ്പോൾ മണിക്കുട്ടൻ ഒഴിച്ചിലൊക്കെ കഴിഞ്ഞു. മണിക്കുട്ടൻ ഫ്രഷായി വന്നു. അമ്മമാർ ചടങ്ങുകൾക്കൊന്നും മുടക്കം വരുത്തിയില്ല. സെറ്റുമുണ്ട് മുടിപ്പിച്ച് മുല്ലപ്പൂവും ചൂടിച്ച് കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി അവളെ മണിക്കുട്ടൻ്റെ മുറിയിലേക്ക് വിട്ടു. മുറിയിലേക്ക് കയറുമ്പോൾ സീതയ്ക്ക് വല്ലാത്ത പരവേശം തോന്നി. അവളുടെ ഹൃദയം പെരുമ്പറ മുഴക്കിക്കൊണ്ടിരുന്നു. കൈ വിറച്ച് പാൽ ഗ്ലാസ് തുളുമ്പുന്നുണ്ട്. മണിക്കുട്ടൻ സീതയുടെ വെപ്രാളം നോക്കി കാണുകയായിരുന്നു. എടി കാന്താരി, നീ? സീത മുഖമുയർത്തി നോക്കി. എൻ്റെ പെണ്ണിന് ഇത്ര നാണമോ? നീ ആ പാൽ അവിടെ മുഴുവൻ കളയാതെ ആ മേശയിൽ വയ്ക്ക്. സീത പാൽ ഗ്ലാസ് മേശയിൽ വെച്ച് മണിക്കുട്ടൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. മണിക്കുട്ടൻ സീതയെ വലിച്ച് നെഞ്ചിലേക്കിട്ട് അവളുടെ സീമന്തിരേഖയിൽ അമർത്തി ഉമ്മ വെച്ചു. സീത കണ്ണുകളടച്ച് പ്രണയപൂർവ്വം അത് സ്വീകരിച്ചു. സീതയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. മണിക്കുട്ടൻ അവളുടെ കണ്ണുകളിൽ പതിയെ ഊതി. സീതയെ അത്രയും ആർദ്രമായി വിളിച്ചു. സീത കണ്ണുകൾ പതിയെ തുറന്നു. ഡി, ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. മണിക്കുട്ടൻ മീശ വിരിച്ച് ഒറ്റ കണ്ണിറക്കി. അയ്യടാ, ചെക്കൻ്റെ ഒരു നാണം. മിണ്ടാണ്ട് കിടന്നുറങ്ങാൻ നോക്ക്. ചികിത്സയൊക്കെ കഴിഞ്ഞ് മിടുക്കനായിട്ടേ ഉള്ളൂ. ആദ്യ രാത്രി. അതെവിടുത്തെ ന്യായം? മണിക്കുട്ടന് ദേഷ്യം വന്നു. അതാണ് ഇവിടുത്തെ ന്യായം. ആ ന്യായം എഴുതിയ പുസ്തകം തിരുമേനിയുടെ കയ്യിലാണ്. മണിക്കുട്ടൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നു. സീതയ്ക്ക് അത് കണ്ട് സങ്കടമായി. കുട്ടേട്ടാ. സീത മണിക്കുട്ടനെ തിരിച്ചു കിടത്തി. ആ നെഞ്ചിൽ തലവച്ച് കിടന്നു. മണിക്കുട്ടൻ്റെ കൈകൾ അവളെ വലിഞ്ഞു മുറുക്കി. കുട്ടേട്ടൻ സീതയോട് പിണക്കമാണോ? അവളുടെ ഒച്ച ഇടറി. ഇനി ഇത്തിരി നാൾ കൂടിയേ ഉള്ളൂ ചികിത്സ. അത് കഴിഞ്ഞ് സീത കുട്ടേട്ടൻ്റേതാവും എല്ലാ അർത്ഥത്തിലും. ഞാൻ പിണങ്ങു പോകും. നീ എൻ്റെ പ്രാണനല്ലേടി? സീത മണിക്കുട്ടൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവളെയും ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ അലാറം കേട്ടാണ് സീത ഉണർന്നത്. തന്നെ ചുറ്റിവരിഞ്ഞിരിക്കുന്ന മണിക്കുട്ടൻ്റെ കൈകൾ സീത പതിയെ എടുത്തു മാറ്റി. അവൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. അഴിഞ്ഞു കിടന്ന മുടി വാരിക്കെട്ടി ഉടുത്തു മാറാനുള്ള തുണിയുമായി വാഷ്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് ഈറൻ മുടി വിടർത്തിയിട്ടു. കണ്ണിൽ വാലിട്ട് കൺമഷി എഴുതി. നിറകിൽ സിന്ദൂരം തൊട്ടു. മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി മരുന്നുപുരയിലേക്ക് പോയി. തിരുമേനി പൂജയിലായിരുന്നു. സീത ക്ഷമയോടെ കാത്തിരുന്നു. പൂജ കഴിഞ്ഞ് തിരുമേനി കയ്യിലിരുന്ന കഷായം സീതയെ ഏൽപ്പിച്ചു. 7 ദിവസം രാവിലെ വെറും വയറ്റിൽ ഇത് സേവിക്കണം. കടുത്ത ഔഷധക്കൂട്ടാണ്. ക്ഷീണവും തളർച്ചയും ഉണ്ടാകും. അസ്വസ്ഥതകൾ കാണിക്കും. എൻ്റെ കുട്ടി അതൊന്നും കണ്ട് ഭയപ്പെടരുത്. കൂടെ തന്നെ നിന്നോളണം. ആദ്യ ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. തിരുമേനി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അവൾ തല കുലുക്കി. സീത മരുന്നുമായി മുറിയിലെത്തി. മരുന്ന് മേശമേൽ വെച്ച് മണിക്കുട്ടനെ വിളിച്ചു. കുട്ടേട്ടാ, എണീറ്റേ കുട്ടേട്ടാ. എന്താടി രാവിലെ? തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ വലിച്ച് നെഞ്ചിലേക്കിട്ടു മണിക്കുട്ടൻ.
അവളെ ഉമ്മ വയ്ക്കുമ്പോൾ ഒന്ന് വിടി കുട്ടേട്ടാ, കൊഞ്ചാതെ, വേഗം എണീക്ക്, ഈ മരുന്ന് കുടിക്ക്. എടി, എല്ലാ ഭാര്യമാരും രാവിലെ ചായയുമായിട്ടാ കെട്ടിയോനെ വിളിച്ചുണർത്തുന്നേ. ഇവിടെ ഒരുത്തി കഷായവുമായി വന്നേക്കുന്നു. ഫസ്റ്റ് നൈറ്റുമില്ല, ഇപ്പോൾ ദേ ചായയുമില്ല. കുട്ടേട്ടാ, 7 ദിവസത്തെ കഷായം, അതും കൂടി കഴിയട്ടെ കുട്ടേട്ടാ. മണിക്കുട്ടൻ കഷായം വാങ്ങി ഒറ്റ വെളിക്ക് കുടിച്ചു. കുട്ടേട്ടന് കള്ളു കുടിച്ച് നല്ല ശീലമുള്ളത് കൊണ്ട് കഷായം കുടിക്കാൻ പാടില്ല. പെണ്ണ് കളിയാക്കി. പൊയ്ക്കൊള്ളണം അവിടുന്ന്. കുട്ടേട്ടൻ പോയി ഫ്രഷായി വായോ. നീയും കൂടി വാ. ഞാൻ കുളിച്ചതാ, ഒന്ന് വേഗം ചെല്ലു കുട്ടേട്ടാ. മണിക്കുട്ടൻ ഫ്രഷായി കഴിഞ്ഞതും തിരുമേനി പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണം കൊടുത്തു. ഉച്ച കഴിഞ്ഞ് മണിക്കുട്ടന് വല്ലാത്ത പരവേശം തുടങ്ങി. ദേഹമാസകലം വല്ലാത്ത വേദന, തല പൊട്ടിപ്പിളരുന്നു, കൈക്കും കാലിനും തളർച്ച. സീതയ്ക്ക് മണിക്കുട്ടൻ്റെ അവസ്ഥ കണ്ട് കണ്ണു നിറഞ്ഞു. സീത മണിക്കുട്ടനെ ചേർത്ത് പിടിച്ചു. യശോദാമ്മേ, തിരുമേനിയെ പോയി വിളിക്കുമോ? യശോദ വേഗം തിരുമേനിയെ വിളിച്ച് വിവരം അറിയിച്ചു. തിരുമേനി വരുമ്പോൾ മണിക്കുട്ടൻ വേദനയാൽ പുളയുകയായിരുന്നു. ഇരു ചെന്നിയിലൂടെയും കണ്ണുനീർ ഒഴുകി. തിരുമേനി തൻ്റെ കയ്യിൽ കരുതിയ പൊതിയിൽ നിന്നും അല്പമെടുത്ത് വെള്ളത്തിൽ ചാലിച്ച് മണിക്കുട്ടൻ നൽകി. ഏറെ നേരത്തിന് ശേഷം മണിക്കുട്ടൻ മയക്കത്തിലാണ്ടു. എന്തിനാ മോളെ കരയുന്നേ? ഞാൻ പറഞ്ഞിട്ടില്ലേ മണിക്കുട്ടൻ്റെ മുന്നിൽ കണ്ണു നിറയ്ക്കരുതെന്ന്. യശോദാമ്മ ഇങ്ങ് പോന്നോളൂ, സീത മതി അവിടെ, വേറെ ആരും നിൽക്കണ്ട. തിരുമേനി വിളിച്ചതനുസരിച്ച് എല്ലാവരും മുറിവിട്ട് പുറത്തേക്ക് പോയി. സീത മണിക്കുട്ടൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ കണ്ണുനീർ തുടച്ചു. മണിക്കുട്ടനെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെറ്റിയിൽ തുരുതുരെ ഉമ്മ വെച്ചു. മണിക്കുട്ടനോട് ചേർന്ന് കിടന്ന് അവൻ്റെ വേദനയ്ക്ക് മരുന്നായി. നിറഞ്ഞു തുളുമ്പുന്ന മിടികളുമായി അവനെ നെഞ്ചോട് ചേർത്ത് കിടത്തി. ഏറെ നേരം കിടന്നിട്ട് സീത യശോദാമ്മയുടെ അടുത്തേക്ക് പോയി. വൈകുന്നേരത്തോടു കൂടിയാണ് മണിക്കുട്ടൻ ഉറക്കമുണർന്നത്. തലയ്ക്ക് വല്ലാത്ത പെരുപ്പ് അനുഭവപ്പെട്ടു. എഴുന്നേൽക്കാൻ തന്നെ പ്രയാസം തോന്നി. മുറിയിലേക്ക് വന്ന സീത മണിക്കുട്ടനെ എണീക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് ഓടി വന്ന് അവനെ താങ്ങി എണീപ്പിച്ചു. എന്താ കുട്ടേട്ടാ, വല്ലതും വേണോ? വെള്ളം വേണമടി, വല്ലാതെ ദാഹിക്കുന്നു. സീത ഇടം ചൂടുള്ള വെള്ളം മരുന്നിട്ട് തിളപ്പിച്ചത് മണിക്കുട്ടന് കൊടുത്തു. കൂമ്പി അടയുന്ന മിഴികൾ വലിച്ചു തുറന്നു വെച്ച് മണിക്കുട്ടൻ വെള്ളം കുടിച്ചു. കുട്ടേട്ടൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ടടി, ശരീരമാകമാനം വേദന. ഒന്നും വേണ്ട, പറ്റുന്നില്ല. സീതയ്ക്ക് കരച്ചിൽ കൊണ്ട് തൊണ്ട വിങ്ങിപ്പോയി. പുതിയ കഷായമായതുകൊണ്ടാണ് കുട്ടേട്ടാ. അത് ശരീരത്തിൽ പിടിക്കുമ്പോൾ ആദ്യം കുറച്ച് അസ്വസ്ഥത തോന്നും. പറ്റുന്നില്ല പെണ്ണേ, വേദന കൊണ്ട് നുറുങ്ങുവാ. സീത അവനെ കെട്ടിപ്പിടിച്ചു. ഞാനില്ലേ കുട്ടേട്ടാ, സങ്കടപ്പെടല്ലേ. സീതയുടെ നെഞ്ചോരം കൊച്ചു കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്നു മണിക്കുട്ടൻ. സീത കണ്ണുകൾ വേഗം തുടച്ച് മണിക്കുട്ടനെ പതിയെ അടർത്ത് മാറ്റി. പാത്രത്തിൽ നിന്ന് കഞ്ഞി കോരി കൊടുത്തു. മതി സീതേ, എനിക്ക് കിടക്കണം. സീത മണിക്കുട്ടനെ പതിയെ കട്ടിലിൽ കിടത്തി. ധാവണിത്തുമ്പ് കൊണ്ട് വായ തുടച്ചു കൊടുത്തു. സീതേ, നീ എവിടെയും പോവല്ലേ, ഇവിടെ എൻ്റെ അടുത്തിരിക്ക്. സീത മണിക്കുട്ടനോട് ചേർന്ന് അവൻ്റെ നെറുകിൽ തലോടി. മണിക്കുട്ടൻ ഉറക്കത്തിലേക്ക് വീണു. തിരുമേനി, തിരുമേനി, എന്താ മോളെ, നീ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറങ്ങാൻ. എന്തിനാ എൻ്റെ കുട്ടിക്ക് ഇത്രയും സങ്കടം? തിരുമേനി വാത്സല്യത്തോടെ അവളുടെ തലയിൽ തഴുകി. എന്തിനാ എൻ്റെ കുട്ടേട്ടന്? എനിക്ക് സഹിക്കണില്ല, കണ്ടു നിൽക്കാൻ പറ്റണില്ല ആ വേദന. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടിയുടെ നാഡീഞരമ്പുകളെ ഉണർത്താനുള്ള ഔഷധമാണ്. എല്ലാവരിലും നമുക്കിത് പ്രയോഗിക്കാൻ കഴിയില്ല. അസാമാന്യമായ വിൽപ്പവർ ഉള്ളവരിൽ മാത്രം അത് പ്രയോഗിക്കും. മോൾക്കറിയാലോ മണിക്കുട്ടൻ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. തിരിച്ചു വരാനുള്ള അയാളുടെ ആവേശം കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഇത്രയും പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത്. പക്ഷേ പുറമേയുള്ള മുറിവുകൾ ഭേദമായി എങ്കിലും ഭാവിയിൽ അയാൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ ചികിത്സ തീരും മുൻപേ ഈ ഔഷധം നൽകിയത്. ഔഷധം ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിനുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അതിൻ്റെ വേദനയും അസ്വസ്ഥതകളും അവനിലെ വേദനകൾക്ക് മരുന്നാവാൻ എൻ്റെ കുട്ടിക്ക് കഴിയും. കാരണം ഇന്നവനിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമാണ്. നിന്റെ സ്നേഹവും സാമീപ്യവും അതാണ് ആവശ്യം. നാളെ മുതൽ ഇത്രയും വേദന കാണില്ല. മോൾ സമാധാനത്തിൽ പോയി കിടന്നു. എല്ലാ ബുദ്ധിമുട്ടും മാറി അയാൾ പഴയതിലും മിടുക്കനായി തിരിച്ചു വരും. സീത വരുമ്പോൾ മണിക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. രാത്രിയിൽ മണിക്കുട്ടൻ്റെ ഞരക്കം കേട്ടാണ് സീത ഉണർന്നത്. നെറ്റിയിൽ കൈവയ്ക്കുമ്പോൾ പനിച്ചൂടിൽ പൊള്ളുന്നു. സീത വേഗം തിരുമേനിയെ അറിയിച്ചു. തിരുമേനി വരുമ്പോൾ മണിക്കുട്ടൻ പനിച്ച് വിറയ്ക്കുന്നു. തിരുമേനി കൊടുത്ത മരുന്ന് സീത മണിക്കുട്ടന് നൽകി. ഇനി പേടിക്കാനില്ല. രാത്രിയിൽ ചിലപ്പോൾ വിറയലുണ്ടാകും, മോൾ പേടിക്കണ്ട. സീതയ്ക്ക് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുറത്ത് കോരിച്ചൊരിയുന്ന മഴയാണ്. സീത മണിക്കുട്ടനെ നന്നായി പുതപ്പിച്ചു. മണിക്കുട്ടന് തണുപ്പ് അധികമായതും സീത കൈകൾ കൂട്ടിത്തിരുമ്മി മണിക്കുട്ടന് ചൂട് പകർന്നു. ഒടുവിൽ മണിക്കുട്ടൻ വിറയ്ക്കാൻ തുടങ്ങി. സീത തൻ്റെ ധാവണി ഊരിമാറ്റി മണിക്കുട്ടൻ്റെ പുതപ്പിനുള്ളിലേക്ക് കയറി മണിക്കുട്ടനെ തൻ്റെ ശരീരത്തിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. മണിക്കുട്ടൻ്റെ കൈകൾ അവളെ ചുറ്റി വരഞ്ഞു. സീതയുടെ നെഞ്ചിൽ മുഖം അമർത്തി. അമ്മയ്ക്കുള്ള ഇടിച്ചിറകിൽ ചൂട് തേടുന്ന കുഞ്ഞിനെ പോലെ. രാവിലെ ആദ്യം മണിക്കുട്ടനാണ് ഉണർന്നത്. കണ്ണുകൾ വലിച്ചു തുറന്നു നോക്കുമ്പോൾ തൻ്റെ നെഞ്ചോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന പെണ്ണ്.
ഒരു കൈ തൻ്റെ വയറിൽ ചുറ്റി പിടിച്ചിട്ടുണ്ട്. കാല് വലിക്കാൻ നോക്കുമ്പോൾ പെണ്ണിൻ്റെ ഒരു കാല് അവൻ്റെ കാലിൽ പിണച്ചിട്ടുണ്ട്. മണിക്കുട്ടൻ കാലുകൾ വലിച്ചു മാറ്റി ബെഡ്ഷീറ്റ് വലിച്ചു നീക്കുമ്പോഴുണ്ട് പെണ്ണിൻ്റെ ധാവണിയില്ല. ബ്ലൗസും പാവാടയും ഇട്ടാണ് കിടക്കുന്നത്. ശ്വാസത്തിനനുസരിച്ച് പൊങ്ങിത്താഴുന്ന മാറിടവും ആലിലെ വയറും പൊക്കിൽ ചുഴിയും കാണാമറുകും സ്വർണ്ണ രോമരാജികളും. മണിക്കുട്ടൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. സീത മണിക്കുട്ടൻ്റെ നെഞ്ചിൽ മുഖമിട്ടുരസി. മണിക്കുട്ടൻ അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മവച്ചു. ഷു, ഈ പെണ്ണെന്നെ വഴിതെറ്റിച്ചേ അടങ്ങൂ. മണിക്കുട്ടൻ സീതയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. സീത ഞെട്ടിപ്പിടിച്ച് എഴുന്നേറ്റു. മണിക്കുട്ടൻ്റെ നെറ്റിയിലും കഴുത്തിലും എല്ലാം തൊട്ടുനോക്കി. പനി മാറി കുട്ടേട്ടാ, ഞാൻ രാത്രി പേടിച്ചു പോയി. രാത്രി നല്ല വിറയലുണ്ടായിരുന്നു. മണിക്കുട്ടൻ അവളിലെ ഓരോ ഭാവവും ഒപ്പിയെടുക്കുകയായിരുന്നു. മണിക്കുട്ടൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. എന്താണ് ഭാര്യയെ, രാവിലെ നീ എന്നെ വഴിതെറ്റിക്കുമോ? മണിക്കുട്ടൻ സീതയുടെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു. വിടുകുട്ടേട്ടാ, ഞാൻ പോട്ടെ. ഇന്നലെ നീ ഒരുപാട് പേടിച്ചു പോയോ പെണ്ണേ? സീതയുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, കുട്ടേട്ടൻ്റെ കാന്താരി കരയെന്നോ? എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇത്തിരി ക്ഷീണം മാത്രമേ ഉള്ളൂ. വേദന നല്ല കുറവുണ്ട്. സീത മണിക്കുട്ടൻ്റെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു. ഇനി വിട്ടെ, ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. അല്ലെങ്കിൽ തിരുമേനി ഇങ്ങോട്ട് വരും. കഷായമുണ്ട്. അങ്ങനെ പോയാൽ എങ്ങനെയാ? മണിക്കുട്ടൻ സീതയെ വലിച്ച് കട്ടിലിൽ കിടത്തി. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. മണിക്കുട്ടൻ്റെ ഔഷധ സേവ കഴിഞ്ഞു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞു. ഇടയ്ക്ക് യശോദാമ്മയും ഇന്ദിരയും വരദയും ബിജുവും ഭാമയും നെടുവത്തൂർ പോയി. വീടുകൾ രണ്ടും അടച്ചുപൂട്ടി വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞില്ലേ. പോയി ഒന്ന് വൃത്തിയാക്കി പുറംപണി ചെയ്യാനും വീട് നോക്കാനും കണ്ണപ്പനെ ഏൽപ്പിച്ചു. വരദ ബിജുവിനെയും കൊണ്ട് നാട് കാണിക്കാൻ ഇറങ്ങി. നാട്ടുകാർക്കും പരിചയക്കാർക്കും ഒക്കെ മണിക്കുട്ടൻ്റെയും സീതയുടെയും വിവരവും അറിയാൻ ആഗ്രഹം. കല്യാണക്കാര്യം അറിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. കൂട്ടത്തിൽ ബിജുവിൻ്റെയും വരദയുടെയും കാര്യങ്ങളും എല്ലാവർക്കും സന്തോഷമുള്ളതായി. ബിജു പോലീസായത് കാരണം കുറച്ച് ബഹുമാനവും തോന്നി. മണിക്കുട്ടൻ്റെ അസുഖം ഇപ്പോൾ പൂർണ്ണമായും ഭേദമായി. കാലിൻ്റെ തളർച്ചയൊക്കെ പൂർണ്ണമായും മാറി. ഇന്ന് മണിക്കുട്ടൻ്റെയും സീതയുടെയും പേരിൽ അമ്പലത്തിൽ പൂജയ്ക്കുള്ള ഏർപ്പാടെല്ലാം ചെയ്തു. പൂജ ഏകദേശം രാത്രിയോടുകൂടി കഴിഞ്ഞു. എല്ലാ അനർത്ഥങ്ങളും മാറി. മണിക്കുട്ടനും സീതയും തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങി. ഇനി എൻ്റെ കുട്ടികൾക്ക് ഒരു ദോഷവും വരില്ല. സന്തോഷത്തോടെ പുതിയൊരു ജീവിതം തുടങ്ങാം. രാവിലെ 2 പേരും നേരത്തെ റെഡിയായി. തിരുമേനിയോടും അമ്മമാരോടും യാത്ര പറഞ്ഞ് ബിജുവിൻ്റെ കാറിൽ നെടുവത്തൂരിലേക്ക് യാത്ര തിരിച്ചു. സീത പുറത്തുനിന്നുള്ള കാഴ്ചയൊക്കെ കണ്ട് യാത്ര ആസ്വദിച്ചു. എന്നാൽ മണിക്കുട്ടൻ്റെ മനസ്സിൽ സംഘർഷം നിറയുകയായിരുന്നു. ബിച്ചുവുമൊത്തുള്ള യാത്രയുടെ തീച്ചൂളയിൽ വെന്തുരുകിയ മണിക്കുട്ടൻ. കണ്ണിൽ നീര് പൊടിഞ്ഞു. പെട്ടെന്നെന്തോ പറയാൻ വന്ന സീത മണിക്കുട്ടൻ്റെ കണ്ണ് തുടയ്ക്കുന്നത് കണ്ടു. എന്തു പറ്റി കുട്ടേട്ടാ? വയ്യായിക എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലടി, ഞാൻ വെറുതെ. കുട്ടേട്ടൻ വണ്ടി ഒന്ന് നിർത്താമോ? എന്തു പറ്റി? കുട്ടേട്ടൻ ബിച്ചുവേട്ടനെ കുറിച്ച് ഓർത്തോ? ഇനിയും അതൊക്കെ ഓർത്ത് എന്തിനാ കുട്ടേട്ടാ? നമുക്ക് യാത്ര മതിയാക്കി തിരികെ പോകാം. ഇല്ലടി, ഞാനിനി സങ്കടപ്പെടില്ല. വണ്ടി വീണ്ടും ഓടി തുടങ്ങി. 2 പേരും പിന്നീട് അങ്ങോട്ട് മൗനമായിരുന്നു. ഇടയ്ക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് കഴിച്ചു. വീണ്ടും യാത്ര തുടങ്ങി. വൈകുന്നേരത്തോടു കൂടി അവർ നെടുവത്തൂരിലെത്തി. 2 പേർക്കും യാത്രാക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും വേഗം ഫ്രഷായി ഇറങ്ങി. മഹാദേവൻ്റെ അമ്പലത്തിൽ പോകണം. സീത പച്ചയും മഞ്ഞയും കോമ്പിനേഷനിലുള്ള ഒരു ധാവണിയാണ് ഉടുത്തത്. മണിക്കുട്ടൻ മെറൂൺ ഷർട്ടും അതിന് മാച്ച് കരയുള്ള മുണ്ടും. 2 പേരും പാടത്തു കൂടി കയ്യും കോർത്തു പിടിച്ച് നടന്നു. വഴിയിൽ കണ്ട പരിചയക്കാർക്ക് വിശേഷങ്ങൾ കൈമാറി അവർ അമ്പലത്തിലെത്തി. മഹാദേവൻ്റെ തിരുനടയിൽ സീത മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. തൻ്റെ പ്രാണനെ തിരിച്ചു നൽകിയ ഭഗവാനോട് 1000 നന്ദി പറഞ്ഞു. മണിക്കുട്ടനെ തിരിച്ചു കിട്ടിയ ജീവിതത്തിനും ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. തിരുമേനി നൽകിയ ഇലച്ചീന്തിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം സീതയുടെ സീമന്തരേഖയിൽ ചോപ്പിച്ചു. തിരുമേനി നിറഞ്ഞ പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചു. ദീർഘസുമംഗലീ ഭവ. 2 പേരും കാവിൽ തൊഴുതിറങ്ങി തിരിച്ചു വരുമ്പോൾ രാത്രിയിൽ കഴിക്കാൻ വേണ്ട ഭക്ഷണവും വാങ്ങിയാണ് വന്നത്. അമ്പലത്തിൽ നിന്നും വന്ന് സീതയും മണിക്കുട്ടനും അവരുടെ ലോകത്തായിരുന്നു. മണിക്കുട്ടൻ സീതയെ അവൻ്റെ മടിയിൽ പിടിച്ചിരുത്തി. സീത മണിക്കുട്ടൻ്റെ നെഞ്ചിൽ വിരലുകൾ കൊണ്ട് പിച്ചുന്നുണ്ട്. ഡി, എനിക്ക് വേദനിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്ത് പുറത്തിടും. സീത വേഗം നെഞ്ചിൽ നിന്ന് കൈവലിച്ചു. ഒരു കൈകൊണ്ട് മണിക്കുട്ടൻ്റെ മീശ പിരിച്ചു കൊടുത്തു. ഇപ്പോൾ കുട്ടേട്ടൻ സൂപ്പറാ. ഡി, എനിക്ക് വിശക്കുന്നു. വാ, വല്ലതും കഴിക്കാം. ശരിയാ, എനിക്കും വിശക്കുന്നു. കഴിച്ചിട്ട് നമുക്ക് വേഗം കിടക്കാം. ഒരുപാട് യാത്ര ചെയ്തതല്ലേ. അയ്യോ, ഉറങ്ങണോ? ആരുറങ്ങുന്ന കാര്യമാ? ഇന്ന് ഉറക്കമില്ല. മണിക്കുട്ടൻ മീശ കടിച്ച് കണ്ണിറുക്കി. അവിടുന്ന്. ഈ കുട്ടേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. സീത കഴിക്കാനുള്ളതെല്ലാം ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചു. ദോശയും ചമ്മന്തിയും മുളകും ഓംലേറ്റും 2 പേരും പരസ്പരം കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്തു. പാത്രമൊക്കെ കഴിയുന്നതുവരെ മണിക്കുട്ടനും അവളോടൊപ്പം അടുക്കളയിൽ നിന്നു. കുടിക്കാൻ ചൂടുവെള്ളവുമായി സീത മുറിയിൽ പോയി. മണിക്കുട്ടൻ കതകും പൂട്ടി ലൈറ്റും ഓഫാക്കി വരുമ്പോൾ സീത വാഷ്റൂമിലായിരുന്നു. സീത ഫ്രഷായി വന്നപ്പോൾ മണിക്കുട്ടനെ കണ്ടില്ല. ഈറൻ മുടി വിടർത്തിയിട്ട് നെറ്റിയിൽ കുഞ്ഞു പൊട്ടും വെച്ചു. അപ്പോഴേക്കും മണിക്കുട്ടൻ യശോദാമ്മയുടെ റൂമിൽ നിന്നും ഫ്രഷായി വന്നു. മണിക്കുട്ടൻ അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി. അതെ,
തിരുമേനി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എനിക്കോർമ്മയില്ല. ഓർമ്മയില്ലേ? അപ്പോൾ പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കാം. മണിക്കുട്ടൻ സീതയെ കോരിയെടുത്ത് കട്ടിലിൽ കിടത്തി. സീതയുടെ മുഖം നാണത്താൽ ചുമന്നു. അവൾ 2 കൈകൾ കൊണ്ടും മുഖം പൊതിഞ്ഞു പിടിച്ചു. സീതയെ മണിക്കുട്ടൻ ആർദ്രമായി വിളിച്ചു. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലടി. ഞാൻ നിന്നെ എൻ്റെ സ്വന്തമാക്കിക്കോട്ടെ. മണിക്കുട്ടൻ സീതയെയും കൊണ്ട് കട്ടിലിലേക്ക് മറിഞ്ഞു. അവൻ്റെ കൈകൾ സീതയുടെ അണിവയറിലും പൊക്കിൾച്ചുഴിയിലും ഓടി നടന്നു. കടന്നു പോകുന്ന ഇടങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി. മണിക്കുട്ടൻ സീതയുടെ സാരിത്തലപ്പ് മാറ്റി അവളുടെ മാറിടത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിൽ അമർത്തി ചുംബിച്ചു. പതിയെ പല്ലുകൾ താഴ്ത്തി. മണിക്കുട്ടൻ്റെ നെഞ്ചിൽ സീതയുടെ വിരലുകൾ ആഴ്ന്നിറങ്ങി. അവനിലത് ആവേശം കൂട്ടി. ഇടമുറിയാത്ത ചുംബനങ്ങൾ കൊണ്ട് അവൻ അവളെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. ആ റൂമിലാകെ അവരുടെ ശീൽക്കാര ശബ്ദങ്ങൾ മാത്രമായി. നാഗങ്ങളെപ്പോലെ 2 പേരും കെട്ടുപിണഞ്ഞു. പുറത്തു കോരിച്ചൊരിയുന്ന മഴയിലും അവരുടെ വിയർപ്പുതുള്ളികൾ പരസ്പരം ഒന്നാവാൻ മത്സരിച്ചു. ഒടുവിൽ അവളിലെ സ്ത്രീയെ പൂർണ്ണതയിലെത്തിച്ച് ചെറുനോവോടുകൂടി മണിക്കുട്ടൻ സീതയെ സ്വന്തമാക്കി. വിയർപ്പിൽ പൊതിഞ്ഞ ഒരു ചുംബനം അവൾക്ക് സമ്മാനിച്ച് അവളെയും ചേർത്ത് പിടിച്ച് നഗ്നത മറച്ച് 2 പേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ സീത ഉണർന്നപ്പോൾ മണിക്കുട്ടൻ ഉറക്കത്തിലായിരുന്നു. തലേ രാത്രിയെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് നാണം വന്നു. അവളുടെ കവിളുകളിൽ ചുവപ്പ് രാശി പടർന്നു. സീത മണിക്കുട്ടൻ്റെ നെഞ്ചിൽ അമർത്തി ഉമ്മ വെച്ചു. ആ രോമക്കാട്ടിൽ പതിയെ വിരലിട്ട് കറക്കി. ഈ പെണ്ണ് ഇത് മുഴുവൻ പറിച്ചെടുക്കുമോടി. മണിക്കുട്ടൻ ഇടുപ്പിൽ കൂടി കൈയിട്ട് സീതയെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. ചെവിയിൽ അമർത്തി ചുംബിച്ചു. വിട്ടേ, ഞാൻ ഫ്രഷായി വരാം. നമുക്ക് പോകണ്ടേ? പോകാം. അതിനു മുമ്പേ വിടുകുട്ടാട്ട. സീത വേഗ ഷീറ്റ് വലിച്ചു വാരി പുതച്ചു. ഡീ പെണ്ണെ, നീ ഇങ്ങനെ അടുത്തുള്ളപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാ. മണിക്കുട്ടൻ സീതയെയും കൊണ്ട് പുതപ്പിനുള്ളിലേക്ക് കയറി. ഒന്ന് എതിർക്കാനുള്ള സമയം പോലും കൊടുത്തില്ല. അവളുടെ അതരങ്ങൾ സ്വന്തമാക്കി. പതിയെ സീതയും ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്ന് മണിക്കുട്ടൻ്റെ പ്രണയം സീതയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പെയ്തിറങ്ങി. 2 പേരും ഫ്രഷായി യാത്ര തിരിച്ചു. വഴിയിൽ നിന്നും ഭക്ഷണം കഴിച്ചു. വൈകുന്നേരത്തോടു കൂടി വൈദ്യമഠത്തിലും എത്തി. ഒന്ന് ഫ്രഷായപ്പോൾ സീതയ്ക്കും മണിക്കുട്ടനും ഉന്മേഷം തോന്നി. ഭക്ഷണം കഴിക്കുമ്പോൾ നെടുവത്തൂരിലെ വിശേഷങ്ങൾ പങ്കുവച്ചു. രാവിലെ തന്നെ പൂമുഖത്ത് ചർച്ചയാണ്. മണിക്കുട്ടനും അമ്മമാരും ബിജുവുമുണ്ട്. മണിക്കുട്ടൻ്റെ ചികിത്സ കഴിഞ്ഞതുകൊണ്ട് ഇനിയും വൈദ്യമഠത്തിൽ നിൽക്കുന്നത് എങ്ങനെയെന്ന് മണിക്കുട്ടൻ. തിരുമേനി, ഞാനിവിടെ അടുത്തായി മറ്റൊരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. ഉടമസ്ഥനെ കണ്ട് ഏകദേശം വിലയും ഉറപ്പിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട്, അത് വാങ്ങുന്നത് നല്ലതാണ്. പക്ഷേ അതിനുവേണ്ടി ഇവിടുന്ന് പോകണമെന്നുള്ള തീരുമാനം വേണ്ട. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. യശോദയും ഇന്ദിരയും എൻ്റെ കൂടപ്പിറപ്പുകളെ പോലെയാണ് ഞാൻ കാണുന്നത്. കുട്ടികളും കുടുംബവും ഇല്ലാത്ത എനിക്ക് നിങ്ങൾ വന്നതിന് ശേഷമാണ് ആരെങ്കിലും ഉണ്ടെന്ന തോന്നലുണ്ടായത്. സീതയും മണിക്കുട്ടനെയും വരതയും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ കൂടെ ബിജുവും. ഇവിടെ താമസിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവർക്കും ഔട്ട് ഹൗസിലേക്ക് പാർക്കാം. ഇനിയും ഞങ്ങൾ തിരുമേനിയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എന്നെ ഒരു അന്യനായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനിനി എന്ത് പറയാനാ? തിരുമേനി വ്യസനത്തോടെ എണീറ്റു. തിരുമേനി ഇരിക്കൂ. അവരാരും എങ്ങും പോകില്ല. ഇവിടെ തന്നെ താമസിക്കും. ഇത് ഞാൻ തിരുമേനിക്ക് തരുന്ന വാക്കാ. ബിജു തിരുമേനിയുടെ കയ്യിൽ പിടിച്ചുറപ്പ് നൽകി. അതിൽ കൂടുതൽ ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഔട്ട് ഹൗസിലേക്ക് പോയി. ഒരുപാട് മുറികളോട് കൂടിയ 4 കെട്ടാണ് ഔട്ട് ഹൗസ്. യശോദാമ്മയും ഇന്ദിരയും വലിയ മുറിയിൽ 2 കട്ടിൽ അവർക്ക് വേണ്ടി റെഡിയാക്കി വിട്ടു. വരദ അടുത്ത് തന്നെയുള്ള മറ്റൊരു മുറിയിലും, മണിക്കുട്ടനും സീതയും മുകളിലത്തെ മുറിയിലും. വരദയും ബിജുവും ഇപ്പോൾ പ്രണയിച്ച് നടക്കുകയാണ്. അവധി ദിവസങ്ങളിൽ ബിജു അമ്മയുമായി വൈദ്യമഠത്തിൽ എത്തും. അമ്മമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ബിജു വരദയുമായി ചുറ്റിക്കളിയിലാണ്. ഡി, ഞാൻ എത്ര നേരമായി വന്നിട്ട്? നീ ഈ മുറിയിൽ അടയിരിക്കുവാണോ? പെണ്ണെ, നിനക്ക് ചെവി കേൾക്കില്ലേ? നിന്നോടാ. ദേ ചേട്ടായി പോയേ, എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല. അപ്പോൾ നിനക്ക് നാവുണ്ടല്ലേ? അതുകൊണ്ടല്ലേടോ ഇറങ്ങി പോകാൻ പറഞ്ഞേ. ബിജു അവളുടെ അടുത്ത് വന്ന് 2 കൈയും പിടിച്ച് പുറകിലേക്ക് തിരിച്ചു. ഡി, ഞാനൊരു പോലീസുകാരനാ. നീ എൻ്റെ മുന്നിൽ കിടന്നിങ്ങനെ തിളയ്ക്കാതെ. എൻ്റെ കൈ വേദനിക്കുന്നു. കൈ വിട്. എന്നാ പറ, എന്തിനാ ഈ പിണക്കം? ആദ്യം കൈ വിട്. ബിജു അവളുടെ കൈവിട്ടതും വരദ അവൻ്റെ മൊബൈൽ കൈക്കലാക്കി. ഡോ, താനിതെന്തിനാ കയ്യിൽ കൊണ്ട് നടക്കുന്നേ? ഞാൻ ഇന്നലെ എത്ര തവണ വിളിച്ചു എന്നറിയോ? അപ്പോൾ അതാണ് മാഡത്തിൻ്റെ പിണക്കത്തിന് കാരണം. ഇടി, ഇന്നലെ അർജൻറ്റായി 2 പ്രതികളെയും കൊണ്ട് തെളിവെടുപ്പും കോടതി ഡ്യൂട്ടിയും ഒക്കെ ആയിപ്പോയി. ഫോൺ എടുക്കാൻ സമയം കിട്ടിയില്ല. വന്നതും ഏറെ വൈകിയാ, അതാണ് തിരികെ വിളിക്കാത്തത്. സോറി. അതല്ലേ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ പിണക്കം മാറ്റാൻ രാവിലെ തന്നെ ഇങ്ങ് പോകുന്നത്. ഞാൻ പേടിച്ചു പോയി. ഞാൻ ഇപ്പോൾ തന്നെ പേടിയൊക്കെ മാറ്റി തരില്ലേ? ബിജു മീശയും പിരിച്ച് വരദയുടെ അടുത്തേക്ക് വന്ന് അവളുടെ ചുണ്ടുകളിൽ അമർത്തി ഉമ്മ വെച്ചു. 2 പേരും ആ ചുംബനത്തിൽ ഒരുപോലെ ലയിച്ചു നിന്നു. മണിക്കുട്ടനും സീതയും മുറിലേക്ക് വന്നതും 2 പേരും പെട്ടെന്ന് അകന്നു മാറി. ഡാ കള്ള പോലീസേ! ബിജുവും വരദയും ഞെട്ടി മാറി.
വരദ ബിജുവിൻ്റെ പിന്നിൽ പോയി നിന്നു. ബിജു ഒരു വിളറിയ ചിരിയുമായി അളിയൻ എപ്പോൾ വന്നു? ഞാൻ നീ എൻ്റെ പെങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കുന്നത് കണ്ടുകൊണ്ടാ വന്നത്. നീ ഇങ്ങി വന്നേ. മണിക്കുട്ടൻ ബിജുവിനെയും വലിച്ചുകൊണ്ട് പോയി. വരദ ആകെ ചമ്മി നാറി നിന്നു. നീ ഇങ്ങോട്ട് വന്നേ പെണ്ണെ. സീത വരദയെയും കൂട്ടി ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ ചർച്ചകളായിരുന്നു. മണിക്കുട്ടനും അമ്മമാരും കൊണ്ടുപിടിച്ച ചർച്ചയിലാണ്. സീതയ്ക്ക് ആകെ വല്ലായ്മ തോന്നി. അവൾ നേരെ മുറിയിലേക്ക് പോയി കിടക്കയിലേക്ക് വീണു. മണിക്കുട്ടൻ വരുമ്പോൾ സീത കിടക്കുവാണ്. കുട്ടേട്ടൻ്റെ കൊച്ച് നേരത്തെ കിടന്നോ? എന്ത് പറ്റിയടാ? മുഖമാകെ വല്ലാതിരിക്കുന്നല്ലോ, സുഖമില്ലേ? സീത വയറിൽ അമർത്തിപ്പിടിച്ച് കിടക്കുകയാണ്. വയറുവേദനയാ കുട്ടേട്ടാ. സീത ചുണ്ടു ചുളുക്കി കാട്ടി. ഡേറ്റ് ആയതാണോടി? എപ്പോഴാ? വൈകിട്ട്. പെയിൻ കില്ലർ എന്തെങ്കിലും തരട്ടെ? വേണ്ട, രാവിലെ മാറിക്കോളും. മണിക്കുട്ടൻ അവളുടെ അടുത്ത് ചേർന്ന് കിടന്ന് ചുരിദാറിൻ്റെ വയറുഭാഗത്തെ ടോപ്പ് നീക്കി പതിയെ കൈകൊണ്ട് വയറൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. സീത പതിയെ സുഖനിദ്രയിലേക്ക് വഴുതി വീണു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. നാളെയാണ് മണിക്കുട്ടൻ ബോംബെയിൽ പോകുന്നത്. എടി കാന്താരി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? കുട്ടേട്ടൻ പിന്നെ ബോംബെയിൽ പോകുന്നത് എന്തിനാ? എനിക്ക് പേടിയാ കുട്ടേട്ടാ. എടി അതിന് ഞാൻ തനിച്ചല്ലല്ലോ, എൻ്റെ ഒപ്പം ബിജുവും വരുന്നുണ്ട്. യശോദാമ്മയ്ക്കും ഇന്ദിരയ്ക്കും എല്ലാം സങ്കടം തന്നെ. തിരുമേനി എല്ലാവരെയും സമാധാനിപ്പിച്ചു. മണിക്കുട്ടൻ്റെ സമയദോഷം ഒക്കെ മാറിയില്ലേ? ഇനി അയാൾക്കൊന്നും സംഭവിക്കില്ല. ആരും കരഞ്ഞുകൊണ്ട് അവരെ യാത്രയാക്കരുത്. തിരുമേനിയുടെ അവസാന തീരുമാനം കേട്ടപ്പോൾ പിന്നെ ആരും വലിയ കുഴപ്പമുണ്ടാക്കിയില്ല. ബിജുവും മണിക്കുട്ടനും യാത്രയായി. മണിക്കുട്ടൻ പോയത് മുതൽ എല്ലാവർക്കും വല്ലാത്ത അസ്വസ്ഥതയാണ്. 2 ദിവസമെന്ന് പറഞ്ഞു പോയിട്ട് ദിവസം 6 കഴിഞ്ഞു. ബിജുവിൻ്റെയും മണിക്കുട്ടൻ്റെയും പേരിലുള്ള കമ്പനി മണിക്കുട്ടൻ്റെ പേരിലേക്ക് മാറ്റി. ലാഭത്തിൻ്റെ ഒരു വീതം അനാഥാലയത്തിൻ്റെ പേരിലേക്ക് നീക്കി വെച്ചു. ബാക്കിയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തു തീർത്തത് ബിജു തന്നെയായിരുന്നു. ബിജു പോലീസായത് കാരണം വേഗം തന്നെ എല്ലാം ചെയ്ത് അവർക്ക് തിരികെ നാട്ടിലേക്ക് വരാൻ പറ്റി. വരമിനിയെ മാത്രമേ വിളിച്ചറിയിച്ചുള്ളൂ. അമ്മമാരെ വെറുതെ ഉറക്കമൊഴിയിച്ച് മുഷിപ്പിക്കേണ്ടെന്ന് കരുതി രാത്രി 2 മണിയോടുകൂടി വൈദ്യർ മഠത്തിലെത്തി. ഹലോ ചേട്ടായി, നീ വന്ന് വാതിൽ തുറന്നേ. എത്തിയോ ചേട്ടായി? വന്ന് വാതിൽ തുറക്കോ പെണ്ണെ, ബിജു പറയുമ്പോൾ വരദ വേഗം ഓടി വന്ന് വാതിൽ തുറന്നു. കഴിക്കുന്നുണ്ടോ? ഇല്ലടി, നീ 2 കട്ടൻ എടുത്തോ. ബിജു വരദയുടെ പിന്തുടരെ പോകാൻ തുടങ്ങി. അളിയൻ എവിടേക്കാ? ഞാൻ അവൾക്കൊരു സഹായം. ഓ വേണ്ട, നീ ഇങ്ങി വന്നിരിക്ക്. 2 പേരും കട്ടൻ കുടിച്ചു കഴിഞ്ഞതും നീ പോയി കിടന്നോ. മണിക്കുട്ടൻ ബിജുവിനെ മറ്റൊരു റൂമിലേക്ക് തള്ളിവിട്ടു. നീ കഥ കടച്ച് ലോക്ക് ഇട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ബിജുവിനെയും വരദയെയും മുറിയിലാക്കി കഥകും അടച്ചതിന് ശേഷമാണ് മണിക്കുട്ടൻ മുകളിലേക്ക് പോയത്. മണിക്കുട്ടൻ മുറിയിൽ ചെല്ലുമ്പോൾ പെണ്ണ് നല്ല ഉറക്കത്തിലാണ്. പാവാട ചുരുണ്ട് കണങ്കാൽ വരെ കയറി കിടക്കുന്നു. ധാവണി വയറുഭാഗത്ത് നിന്നും മാറിയും. ബെഡിൻ്റെ ഒത്ത നടുക്കാണ് കിടപ്പ്. മണിക്കുട്ടൻ ഫ്രഷായി വന്ന് സീതയെ കുറച്ച് നീക്കി കിടത്തി അവനും ചേർന്ന് കിടന്നു. രാവിലെ സീത ഉണരുമ്പോൾ തന്നെ ചുറ്റി വരിഞ്ഞു കിടക്കുന്ന മണിക്കുട്ടൻ. കുട്ടേട്ടാ, കുട്ടേട്ടാ, എന്താടി? ഞാൻ കുറച്ചുകൂടെ കിടക്കട്ടെ? ഇന്നലെ എപ്പോഴാ വന്നേ? എന്താ എന്നെ വിളിക്കാത്തേ? വരദ വാതിൽ തുറന്നു തന്നു. ഞാൻ വന്നപ്പോൾ എൻ്റെ കാന്താരി നല്ല ഉറക്കമായിരുന്നു, അതാണ് വിളിക്കാത്തത്. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? സീത വേഗം മണിക്കുട്ടൻ്റെ കയ്യിൽ നിന്നും വഴുതി മാറി. നിന്നെ എൻ്റെ കയ്യിൽ കെട്ടും. രാവിലെ നിശ്ചയത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകുന്ന തിരക്കിലാണ്. അമ്മമാർ പോകുന്നില്ല. ബിജുവും മണിക്കുട്ടനും സീതയും വരദയും 4 പേരും കൂടി പോയാൽ മതിയെന്ന് പറഞ്ഞു. മണിക്കുട്ടൻ്റെയും സീതയുടെയും കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോയില്ലല്ലോ, അതുകൊണ്ട് മക്കളെല്ലാവരും കൂടി പോയേച്ചും വയ്യോ. അങ്ങനെ അതിന് തീരുമാനമായി. വരദയ്ക്ക് മെറൂൺ കളർ ഡിസൈൻ ലെഹങ്കയാണ് നിശ്ചയത്തിന് സെലക്ട് ചെയ്തത്. ബിജുവിന് മെറൂൺ കളർ കുർത്തയും സെയിം കരകളും ഉണ്ടും. സീതയ്ക്കുള്ള ഡ്രസ്സ് മണിക്കുട്ടനാണ് സെലക്ട് ചെയ്തത്. പിസ്ത ഗ്രീൻ സിൽക്ക് സാരിയും മാച്ച് ബ്ലൗസും. മണിക്കുട്ടൻ പിസ്ത ഗ്രീൻ ഷർട്ടും അതിന് ചേർന്ന മുണ്ടും. തിരുമേനിക്കും അമ്മമാർക്കും വേണ്ട ഡ്രസ്സ് എടുത്ത് നേരെ ജ്വല്ലറിയിൽ പോയി 2 പേർക്കുമുള്ള മോതിരവും വാങ്ങി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തോടെ തിരിച്ചെത്തി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയി. നാളെയാണ് നിശ്ചയം. മണിക്കുട്ടൻ്റെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന പെണ്ണവൻ്റെ മീശ പിടിച്ച് കളിയാണ്. എടി, എനിക്ക് നല്ലോണം വേദനിക്കുന്നുണ്ട്. അതേ കുട്ടേട്ടാ. എന്താടി കുട്ടേട്ടാ? നീ കൊഞ്ചാതെ കാര്യം പറ പെണ്ണേ. യശോദാമ്മയും അമ്മയും ഭാമമ്മയും ചോദിക്കുക. എന്ത് ചോദിച്ചു? വിശേഷമൊന്നും വേണ്ടേന്ന്. സീത മണിക്കുട്ടൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. കാന്താരി, നിന്റെ നാണം മാറിയിട്ട് വേണ്ടേ വിശേഷമുണ്ടാവാൻ? കുറച്ച് നാളൂടെ ഇങ്ങനെ പോവട്ടെ, അപ്പോൾ എൻ്റെ കുഞ്ഞിത്തിരി കൂടി വളരും, എന്നിട്ട് നമുക്ക് വിശേഷമുണ്ടാക്കാം. സീത അവനെ തള്ളി മാറ്റി മുഖം കുളിപ്പിച്ചു നീങ്ങിക്കിടന്നു. കാന്താരി, കുട്ടേട്ടൻ്റെ കൊച്ചു പിണങ്ങിയോ? ഇനി വാ, ഞാൻ പറയട്ടെ. വേണ്ട, കുട്ടേട്ടൻ എന്നെ ഇഷ്ടമില്ല. അങ്ങനെയാണോ നിനക്ക്? അത്രയ്ക്ക് ആഗ്രഹമാണോ? നമുക്കതിനുള്ള ജോലി ചെയ്യാം. ഇനി അതായിട്ട് മാറ്റി വെക്കേണ്ട. ആവശ്യമെന്താ? മണിക്കുട്ടൻ സീതയെ വലിച്ചുകൊണ്ട് ബ്ലാങ്കറ്റിനുള്ളിലേക്ക് കയറി. രാവിലെ സീതയുടെ ബഹളം കേട്ടാണ് മണിക്കുട്ടൻ ഉണർന്നത്. പെണ്ണ് പാവാടയും ബ്ലൗസും ഇട്ട് സാരിയുമായി ഗുസ്തിയിലാണ്. മണിക്കുട്ടൻ ഒരു കൈ ബെഡിൽ കുത്തി തല അതിൽ ചേർത്ത് വെച്ച് അവളുടെ ഈ കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് കിടന്നു. കുട്ടേട്ടാ, പെണ്ണൊരു അലർച്ചയായിരുന്നു.
എന്താ മനുഷ്യ പൊട്ടനാട്ടം കാണുന്നത് പോലെ ഈ നോക്കിയിരിക്കണേ? എന്നെ ഇതൊന്ന് ഉടുക്കാൻ സഹായിക്ക്. പിന്നെ എനിക്ക് സാരി ഉടുപ്പിക്കലല്ലേ പണി. നീ ഒന്ന് പോയേ പെണ്ണേ. പ്ലീസ് കുട്ടേട്ടാ, ഈ പ്ലേറ്റ് ഒന്ന് നേരെയാക്ക്. ഇവളെന്നെ കിടക്ക സമ്മതിക്കില്ല. മണിക്കുട്ടൻ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് പോയി. മണിക്കുട്ടൻ മുട്ടുകുത്തിയിരുന്ന് പ്ലേറ്റ് നേരെയാക്കി. ഡി, ഞാൻ പ്ലേറ്റ് കുത്തി തരണോ? മണിക്കുട്ടൻ സീതയെ നോക്കി മീശ വിരിച്ചുകൊണ്ട് ചോദിച്ചു. ഷോ, വേണ്ട, വേണ്ടാത്തുണ്ടാ. നിങ്ങൾ പ്ലേറ്റ് കുത്താൻ നിന്നാൽ നിശ്ചയം കഴിയും. അപ്പോൾ ചേട്ടൻ്റെ സഹായം വേണ്ട? അവൻ അവളുടെ വയറിലൊന്ന് പിച്ചി. ഇവിടെയൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോടി. മണിക്കുട്ടനും സീതയും ഒരുങ്ങി താഴേക്ക് പോയി. ലഹങ്കയിൽ വരത അതിസുന്ദരിയായിരുന്നു. ബിജുവിൻ്റെ കണ്ണ് രണ്ടും ഇപ്പോൾ താഴെ വീഴും എന്ന അവസ്ഥയിലാണ്. ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു ഇവൾക്ക്. അറിയാതെ ബിജുവിൻ്റെ വായ തുറന്നു പോയി. മണിക്കുട്ടൻ ബിജുവിൻ്റെ വായ പതിയെ അടച്ചു. സ്വന്തം മതിലിങ്ങനെ വായി നോക്കാതെടാ. തിരുമേനി നൽകിയ മോതിരം രണ്ടുപേരും പരസ്പരം അണിയിച്ചു. ചടങ്ങുകൾ കഴിഞ്ഞ് രണ്ടുപേരും ഫോട്ടോഗ്രാഫർമാർ ഏറ്റെടുത്തു. ഇരുത്തിയും നിർത്തിയും ചരിച്ചിയും കുറേയേറെ ഫോട്ടോ. ബിജുവും വരതയും നിർബന്ധിച്ച് മണിക്കുട്ടൻ്റെയും സീതയുടെയും ഏറെ ഫോട്ടോ എടുത്തു. വിധിയാൽ കൂട്ടിച്ചേർക്കപ്പെട്ട മക്കളുടെ ജീവിതം കണ്ട് അമ്മമാർ സന്തോഷ കണ്ണുനീർ വാർത്തു. മണിക്കുട്ടൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ബിജു വരതയുമായി ഇപ്പോൾ കറക്കമാണ്. 6 മാസം കഴിഞ്ഞാണ് വിവാഹം. വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ മണിക്കുട്ടനാണ് നോക്കുന്നത്. ഇന്ദിര പലതവണ ക്യാഷുമായി ചെന്നെങ്കിലും അതൊന്നും മണിക്കുട്ടൻ വാങ്ങിയില്ല. സീതയാണ് എൻ്റെ ഏറ്റവും വലിയ ധനം. ഇന്ന് എൻ്റെ മോനിങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ പെണ്ണ് കാരണമാണ്. ഒരു ഏട്ടൻ്റെയും അച്ഛൻ്റെയും സ്ഥാനത്ത് നിന്ന് എൻ്റെ മോൻ അവൻ്റെ പെങ്ങൾക്ക് വേണ്ടത് ചെയ്യും. ഇന്ദിര അതിന് തടസ്സം പറയരുത്. യശോദ അത്രയും പറഞ്ഞപ്പോൾ പിന്നീട് അവിടെ ഒരു തർക്കത്തിന് വഴിയില്ല. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. വിവാഹത്തിന് ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ. 2 ദിവസമായി സീതയ്ക്കൊരു വല്ലായ്മയാണ്. നേരെ ഭക്ഷണം കഴിക്കുന്നില്ല. ഒന്നിനും ഉത്സാഹമില്ല. ഡാ മണിക്കുട്ട, എന്നാ അമ്മേ, നീ ഒന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്ക്. അതിനവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ വലിയ കാര്യമൊന്നും അന്വേഷിക്കേണ്ട. കൊച്ചിനെയും കൂട്ടി പോകാൻ പറഞ്ഞാൽ അത് കേട്ടാൽ മതിയടാ പോത്തെ. ഹോസ്പിറ്റലിൽ ചില ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ടിനായി കാത്തിരിക്കുമ്പോഴാണ് ഡോക്ടർ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നത്. മണിക്കുട്ടൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട് ഡോക്ടർ, താനിങ്ങനെ ടെൻഷനാവണ്ട, സന്തോഷിക്കേണ്ട കാര്യമാ. നിങ്ങൾക്കിടയിലേക്ക് ഒരാൾ കൂടി വരാൻ പോകുന്നു. അതിൻ്റെയായി ഈ ക്ഷീണം. മണിക്കുട്ടൻ്റെ വിരലുകൾ സീതയുടെ വിരലുകളുമായി ഒത്തുചേർന്നു. തിരികെ കാറിൽ കയറുമ്പോൾ മണിക്കുട്ടൻ വല്ലാത്ത സന്തോഷമായിരുന്നു. വൈദ്യർമഠത്തിലെത്തിയപ്പോൾ അമ്മമാർ സീതയുടെ ഇടം വലം നിന്ന് പെണ്ണിനെ സ്നേഹിക്കുന്നു. കൂടെ തന്നെ വരതയും. മണിക്കുട്ടൻ്റെ ക്ഷമ നശിച്ചു. അതെ, ഇതെൻ്റെ പെണ്ണാ, മതി, കുറേ നേരം ആയല്ലോ, ഇനി ഞാൻ സ്നേഹിച്ചോളാം. മണിക്കുട്ടൻ സീതയെ കൈകരിൽ കോരിയെടുത്ത് മുറിയിലേക്ക് പോയി. അമ്മമാരും വരതയും അന്തിച്ചു നിന്നു. ഈ ചെറുക്കൻ്റെ കാര്യം. മണിക്കുട്ടൻ സീതയെ കട്ടിലിൽ കൊണ്ട് കിടത്തി ചുരിദാറിൻ്റെ ടോപ്പ് വയർഭാഗത്ത് നിന്ന് മാറ്റി അണിവയറിൽ മുത്തി. അവൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അവളുടെ വയറിൽ വീണു. എനിക്ക് സന്തോഷം സഹിക്കുന്നില്ല പെണ്ണേ. ഞാൻ നിനക്ക് എന്താ ഇപ്പോൾ തരേണ്ടേ? നമ്മുടെ കുഞ്ഞല്ലേ, കുട്ടിയുടെ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം. ഇന്നാണ് വരതയുടെയും ബിജുവിൻ്റെയും കല്യാണം. അലങ്കരിച്ച മണ്ഡപത്തിൽ സർവാഭരണ വിഭൂഷിതയായി വരത ബിജുവിൻ്റെ അടുത്ത് വന്നിരുന്നു. തിരുമേനിയുടെ കയ്യിൽ നിന്നും താലി വാങ്ങി ബിജു വരതയെ അണിയിച്ചു. ഒരു നുള്ളു സിന്ദൂരത്താൽ സീമന്തരേഖയും ചോപ്പിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മണിക്കുട്ടൻ വരതയുടെ കൈപിടിച്ച് ബിജുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഫോട്ടോഗ്രാഫർമാർ അവരുടെ ഭാഗം വളരെ കൃത്യമായി ചെയ്തു. ബിജുവിനാകെ വിറഞ്ഞു വരികയാണ്. കല്യാണമായി പോയി, ഇല്ലെങ്കിൽ ഇവനെയൊക്കെ ചവിട്ടി കൂട്ടിയനെ. സാർ, ഒരു ഫോട്ടോ കൂടി. മതിയടോ, കുറേ ആയില്ലേ? ബിജുവിൻ്റെ തനി പോലീസ് ഗുണം പുറത്തേക്ക് വന്നു. ഇത് ലാസ്റ്റാണ് സാർ. സാർ, ആ കൊച്ചിൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിക്കുന്ന ഫോട്ടോ. അതുവരെ വിറഞ്ഞു നിന്ന പുലി പൂച്ചയായി. മനസ്സിൽ 1000 ലഡ്ഡു പൊട്ടി. ഫോട്ടോഗ്രാഫർ പറഞ്ഞ പോലെ പെണ്ണിൻ്റെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് ഒന്ന് ചുംബിച്ചു. നല്ല വെടിപ്പായി അവരത് പകർത്തി. പിന്നെ സദ്യകഴിപ്പായി, ബഹളമായി. ഒടുവിൽ പുറപ്പെടാൻ സമയമായതും പെണ്ണുണ്ടോ വരുന്നു. അമ്മമാരെയും സീതയും കെട്ടിപ്പിടിച്ച് ഒരേ കരച്ചിൽ. ഒടുവിൽ മണിക്കുട്ടൻ്റെ നെഞ്ചത്തായി. മണിക്കുട്ടൻ അവളെ ചേർത്ത് പിടിച്ച് കാറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളെ ബിജുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഭാമമ്മ കൊടുത്ത വിളക്കുമായി വരത വലതുകാൽ വെച്ച് കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ചു. വളരെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം റിസപ്ഷൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. രാത്രിയിൽ വരതയെ സെറ്റ് മുണ്ട് മുടിപ്പിച്ച് കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി സത്യമാവ് ബിജുവിൻ്റെ മുറിയിലേക്ക് അയച്ചു. മണിക്കുട്ടൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് സീത വിതുമ്പി. എന്തിനാ കാന്താരി കരയുന്നേ? എനിക്ക് സന്തോഷം തോന്നിയിട്ട്. കുട്ടേട്ടൻ ഒരു അച്ഛൻ്റെയോ ഏട്ടൻ്റെയോ ഒക്കെ സ്ഥാനത്ത് നിന്ന് വരതയുടെ എല്ലാ കാര്യവും നോക്കിയില്ലേ? എനിക്ക് എന്ത് സന്തോഷമാണെന്നോ? അതിനാണോ കരഞ്ഞ്? എടി, നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ എന്നെയല്ലേ സന്തോഷിപ്പിക്കേണ്ടേ? സീത അവനിലേക്ക് ചേർന്ന് അവൻ്റെ അധരങ്ങൾ മതിയാവോളം നുണഞ്ഞു. മണിക്കുട്ടനും ആ ചുംബനത്തിൽ പങ്കുചേർന്നു. അവളെ നോവിക്കാതെ അവളുടെ അധരം നുണഞ്ഞു. ഇനി ബാക്കിയൊക്കെ എൻ്റെ കുഞ്ഞൻ വന്നതിന് ശേഷം. മണിക്കുട്ടൻ സീതയെ നീക്കിക്കിടത്തി അവളുടെ വയറിൽ ചുംബിച്ചു. അച്ചയുടെ മുത്തയെ, അച്ചയുടെ കുഞ്ഞാ. കുട്ടേട്ടന് മോനെയാണോ ഇഷ്ടം? നമുക്ക് മോൻ മതിയടി. ഞാൻ അവനെ വിച്ചു എന്ന് വിളിക്കും, എൻ്റെ വിച്ചു. അത് പറയുമ്പോൾ മണിക്കുട്ടൻ്റെ ഒച്ചയിടറി. കണ്ണിൽ നീര് പൊടിഞ്ഞു.
അവനാ ഇവിടെ എൻ്റെ വിച്ചു. ഇരുവരും ഒരുപോലെ കരഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. സീതയുടെ വയർ വലുതായി. കണ്ടാൽ പാവം തോന്നും. കാലിൽ നീരാണിപ്പോൾ. താഴെ മുറിയിലാണ് താമസം. ബിസിനസ് തിരക്കിനിടയിലും അവളോടൊപ്പം ചെക്കപ്പിന് പോകുന്നതൊക്കെ അവൻ സമയം കണ്ടെത്തി. പ്രസവത്തിൻ്റെ ഡേറ്റ് അടുക്കും തോറും ബുദ്ധിമുട്ട് കൂടി വന്നു. രാത്രി സീതയുടെ കരച്ചിൽ കേട്ടാണ് മണിക്കുട്ടൻ ഉണർന്നത്. എന്ത് പറ്റി മോളെ? കുട്ടേട്ടാ, എനിക്ക് വല്ലാത്ത വേദന. മണിക്കുട്ടൻ വേഗം അമ്മമാരെ വിളിച്ചു. കാറിൻ്റെ ചാവിയുമായി സീതയും കോരിയെടുത്തു. അപ്പോഴേക്കും അമ്മമാർ റെഡിയായി വന്നു. കാർ വേഗം ഹോസ്പിറ്റലിലെത്തി. മണിക്കുട്ടൻ സീതയെയും എടുത്ത് ഉള്ളിലേക്ക് പാഞ്ഞു. ലേബർ റൂമിന് പുറത്ത് കൂട്ടിലിട്ട വിരികിനെ പോലെ അവൻ നടന്നു. കുറച്ചു കഴിഞ്ഞ് ടൗലിൽ പൊതിഞ്ഞ കുഞ്ഞുമായി നേഴ്സ് വന്നു. സീതയുടെ ആളാരാ? മണിക്കുട്ടൻ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. മോനാണ് കേട്ടോ, സീത. കുറച്ചു കഴിഞ്ഞ് റൂമിലോട്ട് മാറ്റും. മണിക്കുട്ടന് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അവൻ കുഞ്ഞിൻ്റെ കവിളിൽ പതിയെ ചുംബിച്ചു. അച്ഛൻ്റെ ആദ്യ ചുംബനം. യശോദാമ്മയും ഇന്ദിരയും കുഞ്ഞിനെ മാറി മാറി എടുത്തു. കുറച്ചു കഴിഞ്ഞതും സിസ്റ്റർ വന്ന് കുഞ്ഞിനെ തിരികെ വാങ്ങി. സീതയെ റൂമിലേക്ക് മാറ്റി. പെണ്ണ് മയക്കത്തിലാണ്. മുഖമാകെ വേർതിരിക്കുന്നു. കൺപോളകൾ തടിച്ചിട്ടുണ്ട്. കുഞ്ഞവനെ അവളുടെ അടുത്തേക്ക് ചേർത്ത് കിടത്തി. സീതയുടെ പുറത്തിറങ്ങിയതും മണിക്കുട്ടൻ സീതയുടെ അടുത്ത് ചേർന്നിരുന്നു. അവളുടെ കയ്യിൽ പതിയെ തലോടി. സീത കണ്ണുകൾ വലിച്ചു തുറന്നു. അവനു വേണ്ടി പുഞ്ചിരിച്ചു. മണിക്കുട്ടൻ അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു. ഒരുപാട് വേദനിച്ചോ എൻ്റെ പെണ്ണിന്? ഇല്ല കുട്ടേട്ടാ. പെണ്ണ് ചുണ്ടു ചുളുക്കി. കുട്ടേട്ടാ, നമ്മുടെ മോൻ ആരെപ്പോലെയാ? എൻ്റെ കാന്താരിയെപ്പോലെ. പെട്ടെന്ന് റൂം തുറന്ന് വരദയും ബിജുവും അകത്തേക്ക് വന്നപ്പോൾ മണിക്കുട്ടൻ സീതയിൽ നിന്നും അകന്നു മാറി. അളിയൻ ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാ എൻ്റെ പെങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നേ. അതുകൊണ്ട് ഇനി കുറച്ച് ഗ്യാപ്പിട്ട് നിന്നാൽ മതി കേട്ടോ, കുറച്ച് നാൾ. ബിജു പറഞ്ഞുകൊണ്ട് ചിരിച്ചു. വരദ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. ഡാ, നീ ഇങ്ങനെ പോലീസ് കളിച്ച് നടന്നാൽ മതിയോ? ഇതേപോലെ വന്ന് നിൽക്കണ്ടേ? അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നാളെ അതുകൂടി ഒന്ന് കൺഫേം ആക്കണം. ഈ മനുഷ്യൻ നാണം കെടുത്തും. വരദ ബിജുവിനെ നോക്കി കൂർപ്പിച്ചു. മണിക്കുട്ടനും സീതയും അതുകണ്ട് ചിരിച്ചു. അവസാനിച്ചു. എൻ്റെ ചാനൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ കൂട്ടുകാരെ.